ഓക്കെ, നമ്മളിന്ന് PGBP അഥവാ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. അപ്പം നമുക്കറിയാം, ഇൻകം ടാക്സിൽ 5 ഹെഡ്സ് ഓഫ് ഇൻകം ആണുള്ളത്. ഏതൊരു വ്യക്തിക്കും ഏതൊരു SSCക്കും ഇൻകം ടാക്സിൽ 5 രീതിയിലാണ് ഏൺ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ 5 രീതിയിലാണ് ടാക്സ് ചെയ്യപ്പെടുന്നത്. ഒന്ന്, ഇൻകം ഫ്രം സാലറി ആണ്. സെക്ഷൻ 15 മുതൽ സെക്ഷൻ 17 വരെയാണ് ഇൻകം ഫ്രം സാലറിയിലെ സെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഹൗസ് പ്രോപ്പർട്ടി ആണ്. പിന്നെയുള്ളത് PGBP ആണ്. സെക്ഷൻ 28 മുതലാണ് PGBP സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ചാർജബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 28 ആയിരിക്കും. സ്റ്റാർട്ടിങ് സെഷൻ ആയിരിക്കും എപ്പോഴും ചാർജബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെയുള്ളത് ഇൻകം ഫ്രം അതർ സോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ക്യാപിറ്റൽ ഗെയിനിന്റെ ചാർജബിലിറ്റി സെക്ഷൻ എന്ന് പറയുന്നത് 45 ആണ്. IFOS ഉണ്ട്. ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത് ലാസ്റ്റ് റെസിജ്വറി ഹെഡ് ആണ്. അതിന്റെ ചാർജബിലിറ്റി എന്ന് പറയുന്നത് 56 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 5 രീതിയിൽ 5 ഹെഡ്സിലായിട്ടാണ് ഏതൊരു വ്യക്തിക്കും ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം ഒരു വ്യക്തിക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു വ്യക്തിയുടെ ബിസിനസിന്റെ ഇൻകവും ഒരു വ്യക്തിയുടെ പ്രൊഫഷനിൽ നിന്നുള്ള ഇൻകവും ആണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, സോ PGBP സ്റ്റാൻഡ്സ് ഫോർ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ആണ്. എന്താണ് ബിസിനസ് എന്ന് നോക്കാം. എന്താണ് ബിസിനസ്? അക്കോർഡിംഗ് ടു സെക്ഷൻ 2/13 of Income Tax and 1961, business simply means buying and selling of goods for making profit. It's an activity carried on with the object of making profit. നമ്മൾ +2 മുതലേ പഠിക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ്. ഇറ്റ്സ് ബീയിങ് ബിസി വിത്ത് സം ആക്ടിവിറ്റീസ്. അല്ലേ, ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബൈയിങ് ഓഫ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ചെയ്യുന്നതാണ് അടുത്ത ചോദ്യം. നമ്മൾ സാധാരണഗതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗുഡ്സുകൾ വാങ്ങിക്കുന്നതും വിൽക്കുന്നതും ഒക്കെ. ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ ഹോൾസെയിൽ നിന്നും ഗുഡ്സ് വാങ്ങിക്കുന്നു, അതെന്ത് ചെയ്യുന്നു, റീറ്റെയിൽ ആയിട്ട് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് സെയിൽ ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് മാർജിൻ എടുക്കുന്നു. ഇതാണ് ബിസിനസിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എൻ ആക്ടിവിറ്റി ക്യാരിഡ് ഓൺ വിത്ത് ദി ഒബ്ജക്ട് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. സോ അണ്ടർലൈൻ ദ വേർഡ് മേക്കിംഗ് പ്രോഫിറ്റ്. ഇതാണ് ബിസിനസിന്റെ ഏറ്റവും വലിയ ഒരു പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, according to section 2/13 of the Income Tax Act 1961, business means any trade, commerce or manufacture or any adventure or concern in the nature of trade, commerce or manufacture. സാധാരണഗതിയിൽ ബിസിനസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ട്രേഡ് ആവാം, അല്ലെങ്കിൽ കൊമേഴ്സ് ആവാം, അല്ലെങ്കിൽ മാനുഫാക്ചർ ആവാം. ഇതെല്ലാം ബിസിനസിന്റെ അണ്ടറിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ബിസിനസിന്റെ ഡെഫിനേഷനിൽ വരുന്ന കാര്യങ്ങൾ. ക്ലിയർ ആണോ? അടുത്തത് നമുക്ക് പ്രൊഫഷൻ എന്താണെന്ന് നോക്കാം. പ്രൊഫഷൻ സെക്ഷൻ 2/36 പ്രൊഫഷന്റെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. എ പ്രൊഫഷൻ ഈസ് എൻ ഒക്യുപ്പേഷൻ. പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിയാണ്. വിച്ച് റിക്വയർ ഇന്റലക്ച്വൽ ആൻഡ് മാനുവൽ സ്കിൽ. അപ്പോൾ പ്രൊഫഷൻ ചെയ്യുന്ന ആളുകൾ 2 രീതിയിലുള്ള സ്കില്ല്, രണ്ടാൽ ഒരു സ്കില്ലുള്ള ആളുകളായിരിക്കും. ഒന്നുകിൽ ഇന്റലക്ച്വൽ സ്കിൽ അഥവാ കോഗ്നിറ്റീവ് എബിലിറ്റി എന്ന് പറയും. അതായത് ഒരു വ്യക്തിയുടെ കോഗ്നിറ്റീവ് എബിലിറ്റി യൂസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഇന്റലക്ച്വൽ എബിലിറ്റി എന്ന് പറയുന്നത്, പ്രൊഫഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അയാൾക്ക് വല്ല മാനുവൽ സ്കില്ലും വേണം. എന്താണ് ഇപ്പൊ മാനുവൽ സ്കിൽ എന്ന് പറഞ്ഞാൽ? ഇപ്പൊ കാർപ്പന്റർ, ആക്ടിങ്, അതൊക്കെ എന്താണ്, സ്കില്ലാണ്. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് സം സ്പെഷ്യൽ ലേണിംഗ് ഓർ ക്വാളിഫിക്കേഷൻ ഗാതേർഡ് ത്രൂ പാസ്റ്റ് ട്രെയിനിങ് ഓർ എക്സ്പീരിയൻസ് ടു ഏൺ എ ലൈവ്ലിഹുഡ്. ഒരു ജീവിത ഉപാധിയായിട്ട് തൻ്റെ പഴയ കാലത്ത് അയാൾ എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മുഖേനയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാസ്റ്റ് ട്രെയിനിങ് മുഖേനയോ എക്സ്പീരിയൻസ് മുഖേനയോ കുറച്ച് സ്കില്ലും ടാലന്റും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അക്വയർ ചെയ്തിട്ടുണ്ട്. അതിനെ ക്യാഷ് ആക്കി മാറ്റുന്ന ഒരു പ്രൊഫഷനാണ് എന്ത് പറയുന്നത്, പ്രൊഫഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അയാൾ 5 വർഷമോ 4 വർഷമോ എന്ത് ചെയ്യുന്നു, ഒരു ICA എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയിൽ അവരുടെ കീഴിൽ ബോർഡ് എക്സാം ഒക്കെ എഴുതി എന്ത് ചെയ്തു, 3 ലെവൽ ഓഫ് എക്സാം ക്വാളിഫൈ ചെയ്തിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് പ്രാക്ടീസ് ചെയ്യുന്നു. സോ അയാളുടെ ഇന്റലക്ച്വൽ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ അയാൾ പ്രാക്ടീസ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ LLB പാസ്സായി ഹൈക്കോടതിയിലോ മറ്റുള്ള കോടതികളിലോ എന്ത് ചെയ്യുന്നു, അയാൾ വർക്ക് ചെയ്യുന്നു. എന്നിട്ട് അയാളുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി യൂസ് ചെയ്തിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെയാണ് മെഡിക്കൽ പ്രാക്ടീഷണർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിലും അയാൾ MBBS എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടു, അക്വയർ ചെയ്തു. അതിനുശേഷം അയാൾ പ്രാക്ടീസ് ചെയ്യുന്നു. സോ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി തൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ കൊണ്ടോ അല്ലെങ്കിൽ തൻ്റെ പാസ്റ്റ് ട്രെയിനിങ് കൊണ്ടോ
അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കൊണ്ടോ എന്ത് ചെയ്യുന്നു ഒരു ലൈവ്ലിഹുഡ് ജീവിതോപാധി നേടുകയാണെങ്കിൽ അതിനെന്ത് പറയാം, ഒരു പ്രൊഫഷൻ എന്ന് പറയാം. എക്സാമ്പിൾസ് ഓഫ് പ്രൊഫഷൻസ് ആർ ലോയർ, അക്കൗണ്ടന്റ്, ഡോക്ടേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡ് വൊക്കേഷൻ. വൊക്കേഷനും എന്താണ്, പ്രൊഫഷന്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. വൊക്കേഷൻ ഇംപ്ലൈസ് നാച്ചുറൽ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു ഡു സം പെർട്ടിക്കുലർ വർക്ക്. എക്സാമ്പിൾ ഡാൻസിങ്, ഡാൻസിങ്, സിംഗിങ്, അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വൊക്കേഷൻ, എന്തെങ്കിലും ഒരു എബിലിറ്റി യൂസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നതും പ്രൊഫഷണൽ ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ ആക്ടേഴ്സ് ഒക്കെ വരിക ഇതേപോലെ പ്രൊഫഷണൽ ആയിട്ടാണ് വരിക. ഓക്കെ, അവരുടെ ഇൻകം പ്രൊഫഷണൽ PGBP എന്ന് പറയുന്ന അണ്ടറിലാണ് വരിക. ദ ടേം വൊക്കേഷൻ ഈസ് ഡിഫറെന്റ് ഫ്രം ദ ടേം ഹോബി. ഹോബിയും അതുപോലെ തന്നെ വൊക്കേഷനും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. വൊക്കേഷൻ എന്ന് പറയണമെങ്കിൽ ഏതെങ്കിലും ഒരു ഹോബി വൊക്കേഷൻ ആക്കി മാറ്റണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോബി വൊക്കേഷൻ എന്ന് പറയണമെങ്കിൽ അതിന് എപ്പോഴും ഒരു ഏണിംഗ് കപ്പാസിറ്റി വേണം എന്നാ പറയാം. എന്താണ് ഏണിംഗ് കപ്പാസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ പറ്റും. ഇപ്പൊ എംബ്രോയിഡറി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ പെയിന്റിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ചില ആളുകൾ അതൊരു ഹോബി ആയിട്ടാണ് ചെയ്യുന്നുണ്ടാവുക. അതായത് അയാളുടെ ഒരു ടൈം പാസ് എന്ന നിലയിൽ ഹോബി ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അതൊക്കെ വൊക്കേഷൻ ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഏതെങ്കിലും ഒരാൾ പെയിന്റിങ്ങോ സ്കൾപ്ചേഴ്സോ അല്ലെങ്കിൽ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ട് അതിന്ന് സെയിൽ ചെയ്ത് ക്യാഷ് ആക്കി മാറ്റിയാൽ മാത്രമേ അത് പ്രൊഫഷൻ ആയിട്ട് മാറത്തുള്ളൂ. അല്ലാതെ ഒരാൾ ടൈം പാസിന് വേണ്ടി, ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ഒരു ഹോബി ചെയ്യുവാണെങ്കിൽ അതിനെ പ്രൊഫഷനിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നാ പറയുന്നത്. സോ വൊക്കേഷൻ ഷുഡ് ഹാവ് എൻ ഏർണിംഗ് കപ്പാസിറ്റി, then only it will be called as a profession. ക്ലിയർ അല്ലേ? സോ ബിസിനസ് എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ പ്രൊഫഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അടുത്തത് ചാർജബിലിറ്റി ആണ്. സെക്ഷൻ 28 ചാർജബിലിറ്റിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് സെക്ഷൻ 28 വരുന്നത്? അതായത് BGBP എന്ന് പറയുന്ന ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ ഏതൊക്കെ ഇൻകം ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ഇൻകം ആണ് PGBP എന്ന് പറയുന്ന ഹെഡിൽ ചാർജ് ചെയ്യുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തത് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ഇൻകം ആണ്. നമുക്ക് പേര് തന്നെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്നാണല്ലോ. അപ്പോൾ ഒബ്വിയസ്ലി ബിസിനസ് ഇൻകവും പ്രൊഫഷണൽ ഇൻകവും ഇതിൽ ചാർജ് ചെയ്യും. ചാർജബിലിറ്റി സെക്ഷൻ 28 തന്നെ കവേർഡ് ആണ്. നെക്സ്റ്റ്, കോമ്പൻസേഷൻ ടു മാനേജ്മെന്റ് ഏജൻസി എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു എന്ത് ചെയ്യുന്നു, മാനേജ്മെന്റ് ഏജൻസികൾക്ക് നമ്മൾ കൊടുക്കുന്ന പൈസ, അതിനാണ് കോമ്പൻസേഷൻ ടു മാനേജ്മെന്റ് ഏജൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻകം ഓഫ് എ ട്രേഡ് ഓർ പ്രൊഫഷണൽ അസോസിയേഷൻ. ഉദാഹരണം ചേംബർ ഓഫ് കൊമേഴ്സ്. ഇപ്പൊ നമുക്കറിയാം ഓരോ നാട്ടിൽ ചേംബർ ഓഫ് കൊമേഴ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതായത് വ്യാപാരികളെ അല്ലെങ്കിൽ വ്യാപാര സമൂഹത്തെ ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഗ്യാദർ ചെയ്തിട്ട് അവർക്ക് വേണ്ട സെമിനാർസ് ഒക്കെ സംഘടിപ്പിക്കുക. സോ അത്തരത്തില് സെമിനാറൊക്കെ ചിലപ്പോൾ രജിസ്ട്രേഷൻ ചാർജ് ഒക്കെ മേടിക്കും അല്ലെ. സോ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഇൻകം ഏതെങ്കിലും ഒരു ചേംബർ ഓഫ് കൊമേഴ്സോ അല്ലെങ്കിൽ മറ്റുള്ള അസോസിയേഷനോ നേടിക്കഴിഞ്ഞാൽ അത് ഈ പറയുന്ന PGBPയിലാണ് ടാക്സ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, റെസിപ്റ്റ് ഇൻ കണക്ഷൻ വിത്ത് ഫോറിൻ ട്രേഡ്. ഫോറിൻ ട്രേഡ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാകുന്ന പൈസയാണ് റെസിപ്റ്റ് ഇൻ കണക്ഷൻ വിത്ത് ഫോറിൻ ട്രേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പെർക്വിസിറ്റ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. നമ്മൾ ബിസിനസിന്റെയും പ്രൊഫഷന്റെയോ റിലേറ്റ് ആയിട്ട് വരുന്ന പെർക്വിസിറ്റ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഏതെങ്കിലും ഒരു ഡോക്ടർ അയാൾ എന്ത് ചെയ്യുന്നു, ഒരു രോഗിയെ പരിശോധിക്കുന്നു. ഒരു അറബി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ സ്പോൺസറെ എന്ത് ചെയ്യുന്നു, പരിശോധിക്കുന്നു. വലിയൊരു റിച്ച് ക്ലൈന്റ് ആണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു അയാളുടെ അസുഖം എന്ത് ചെയ്തു, മാറി എന്ന് വിചാരിക്കാം. അയാൾ ഏതെങ്കിലും ഒരു ഡോക്ടർ അയാളുടെ ക്ലൈന്റിനെ, ക്ലൈന്റ് എന്ന് പറയുന്നത് റിച്ച് ആണ്, അവരെന്ത് ചെയ്തു, ട്രീറ്റ് ചെയ്തതിന് ശേഷം രോഗം ക്യൂറായി. അങ്ങനെയാണെങ്കിൽ ആ ഒരു സന്തോഷത്തിന് ചിലപ്പോൾ ഈ ഒരു റിച്ച് ക്ലൈന്റ് എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു കാറ് മേടിച്ചു കൊടുത്തു എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഒരു വാച്ച്, റോളക്സിന്റെ വാച്ച് മേടിച്ചു കൊടുത്തു. സോ അത്തരത്തില് നമ്മുടെ ബിസിനസിന്റെയോ പ്രൊഫഷനുമായിട്ടോ ബന്ധപ്പെട്ട് കിട്ടുന്ന പെർക്വിസിറ്റ് ആണ്. സാധാരണ രീതിയിൽ സാലറി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും അലവൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻ കൈൻഡ് ആണെങ്കിൽ നമ്മളത് പെർക്വിസിറ്റ് ആയിട്ട് ആഡ് ചെയ്യും, സാലറിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യുക. എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തി ബിസിനസ്സായിട്ടോ പ്രൊഫഷനുമായിട്ടോ ബന്ധപ്പെട്ട ഒരു പെർക്വിസിറ്റ് കിട്ടുവാണെങ്കിൽ അതെന്താണ്, ഈ പറയുന്ന PGBP എന്ന് പറയുന്ന സെക്ഷനിലാണ് അല്ലെങ്കിൽ 100ലാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണേ. ഉദാഹരണം, സാധാരണ രീതിയിൽ ഇത് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് കിട്ടാറുണ്ട്, എഞ്ചിനീയേഴ്സിനൊക്കെ കിട്ടാറുണ്ട്. സോ അപ്പൊ നമ്മൾ അത് കൈൻഡായിട്ട് കൊടുക്കുന്ന ഗിഫ്റ്റ് പോലത്തെ ഐറ്റംസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, റെമ്യൂണറേഷൻ ടു എ പാർട്ട്ണർ. നമ്മൾ പാർട്ട്ണർഷിപ്പിൽ ഏതെങ്കിലും ഒരു വ്യക്തി
റെമ്യൂണറേഷൻ ലഭിക്കുകയാണെങ്കിൽ അതും PGBP-യിലാണ് ടാക്സ് ചെയ്യുന്നത്. നമ്മൾ പ്രത്യേകം പഠിച്ചിട്ടുണ്ടായിരുന്നു സാലറിയിൽ ടാക്സ് ചെയ്യില്ല എന്ന്. കാരണം എന്താ, എംപ്ലോയി റിലേഷൻഷിപ്പ് ഇല്ല. ഒരു പാർട്ട്ണർ ഒരു ഫേമിന്റെ എംപ്ലോയി അല്ല. ഓക്കെ, എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് സാലറിയിൽ ടാക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തത് സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്ന വ്യക്തികളുണ്ടാവും, ട്രേഡിംഗ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അത്തരത്തിൽ നമ്മൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസും ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്താണ്, ഈ പറയുന്ന PGBP എന്ന് പറയുന്ന ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ ടാക്സ് ചെയ്യുന്നതാണ്. അടുത്തത് കീമാൻ ഇൻഷുറൻസ് പോളിസി. കീമാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ, ഇപ്പോൾ MD, CEO, CFO അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു പോളിസി എടുക്കും. അതിനാണ് കീമാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. എനി സം received for not carrying out any activity in relation to a business or not sharing any technical know-how, patent, copyright, trademark, etc. അതായത് എഗ്രിമെന്റ് ഇൻ റിസ്ട്രെയിൻഡ് ഓഫ് ട്രേഡ് എന്ന് കോൺട്രാക്ട് ആക്ടിൽ നമ്മൾ പഠിച്ച ട്രേഡ്സ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പൈസ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ന ബിസിനസ് ചെയ്യരുത്, ശരിക്കും അത് ഇല്ലീഗലാണ്, എന്നാൽ പോലും അങ്ങനെ എമൗണ്ട് റിസീവ് ചെയ്താൽ അത് ടാക്സ് ചെയ്യും. എവിടെയാണ് ടാക്സ് ചെയ്യുന്നത് വെച്ചാൽ PGBP എന്ന് പറയുന്ന ഹെഡിലാണ് ടാക്സ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കോൺട്രാക്റ്റിൽ ആരും ഏർപ്പെടാൻ പാടില്ല എന്ന് കോൺട്രാക്ട് ആക്ടിൽ പറയുന്നുണ്ട്. എഗ്രിമെന്റ് ഇൻ റിസ്ട്രെയിൻഡ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് വോയിഡ് ആണ്. ഓക്കെ, അത് ഇല്ലീഗലാണ്. സം റിസീവ്ഡ് ഫോർ ഡിമോളിഷൻ, ഡിസ്ട്രക്ഷൻ ഓർ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. നമ്മൾ ഏതെങ്കിലും ഗവൺമെന്റ് പറയുന്നു നിങ്ങൾ ഈ സ്പെഷ്യൽ എക്കണോമിക് സോണിലോ ഏതെങ്കിലും ഉള്ള സ്ഥലത്തിലെ അസറ്റ് നിങ്ങൾ ഡിസ്ട്രക്ട് ചെയ്യണം, അല്ലെങ്കിൽ അവിടുന്ന് നിങ്ങൾ സ്ഥലം മാറണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അസറ്റിനെ നശിപ്പിക്കുകയാണെങ്കിൽ, ഡിമോളിഷ് ചെയ്യുകയാണെങ്കിൽ, ഡിസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അതിനൊരു കോമ്പൻസേഷൻ തരും ഗവൺമെന്റ്. അത്തരത്തിൽ വല്ല ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഇൻകം നമുക്ക് അല്ലെങ്കിൽ കോമ്പൻസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതും PGBP എന്ന് പറയുന്ന ഹെഡിലാണ് നമ്മൾ ടാക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൺവേർഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ടു ക്യാപിറ്റൽ അസറ്റ്. സ്റ്റോക്കിനെ ക്യാപിറ്റൽ അസറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ FMV മൈനസ് സ്റ്റോക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് ഈ PGBP എന്ന് പറയുന്ന ഹെഡിൽ ചാർജ് ചെയ്യുന്നതാണ്. FMV എന്ന് പറഞ്ഞാൽ ഫെയർ മാർക്കറ്റ് വാല്യൂ കേട്ടോ. സോ ഇത്രയും ഐറ്റംസ് ആണ് സാധാരണഗതിയിൽ PGBP എന്ന് പറയുന്ന ഒരു ഹെഡ്സിൽ നമ്മൾ ടാക്സ് ചെയ്യുന്നത്. ഇനി PGBP-യുടെ ഒരു ഫോർമാറ്റ്, കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമാറ്റ് ആണ് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് കേട്ടോ. ഇതാണ് പഠിക്കേണ്ടത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ഹെഡിലും ഒരു ഫോർമാറ്റ് നിങ്ങൾ കാണാപ്പാഠം പഠിക്കണം, അല്ലെങ്കിൽ ബൈ ഹാർട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ അതിൽ ഞാൻ പറഞ്ഞ ഓരോ ഫോർമാറ്റിന്, ഹൗസ് പ്രോപ്പർട്ടിക്ക് ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ PGBP-ക്ക് തരുന്ന ഫോർമാറ്റ് ആണിത്, സാലറിക്ക് ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിൽ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ച സ്റ്റഡി ടേബിളിലോ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്ത് ചെയ്യണം, ഇത് പിൻ ചെയ്ത് വെക്കുകയും വേണം. ഓക്കെ, ഇപ്പൊ ഇതാണ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ എപ്പോഴും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരം ഇത്രയാണ് പ്രോഫിറ്റ് എന്ന് തന്നിട്ടുണ്ടാവും. അതിന്റെ കൂടെ ചില ഐറ്റംസ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം, ചില ഐറ്റംസ് നമ്മൾ ലെസ് ചെയ്യണം. എന്തൊക്കെയാണ് ആഡ് ബാക്ക് ചെയ്യേണ്ടത് നോക്കാം, എന്തൊക്കെയാണ് ലെസ് ചെയ്യേണ്ടത് നോക്കാം. ഒന്നാമത്തത് എന്തൊക്കെയാണ് തിരിച്ച് ആഡ് ചെയ്യേണ്ടത്. എക്സ്പെൻസ് ഓർ ലോസ് ഡിസലോഡ് ബട്ട് ഡെബിറ്റ് ടു P&L അക്കൗണ്ട്. ഇപ്പൊ നമ്മൾ ഇൻകം ടാക്സിൽ ചില എക്സ്പെൻസുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അനുവദിക്കൂല. ഉദാഹരണം, പേഴ്സണൽ എക്സ്പെൻസ് പെയ്ഡ് ബൈ ദി പ്രൊപ്പറേറ്റർ. അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സ്പെൻസുകൾ എടുത്തു, അത് എന്ത് ചെയ്യില്ല, ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ അക്കൗണ്ടിൽ P&L അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യില്ല, ഇൻകം ടാക്സ് അനുവദിക്കില്ല. സോ അത്തരത്തിലുള്ള എക്സ്പെൻസ് നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇൻകം ടാക്സബിൾ അണ്ടർ ദിസ് ഹെഡ് ബട്ട് നോട്ട് ക്രെഡിറ്റ് ടു P&L. PGBP-യിൽ നമ്മൾ ആഡ് ചെയ്യാൻ പറ്റിയിരുന്ന ഒരു ഇൻകം ആണ്, പക്ഷെ എന്ത് ചെയ്തില്ല, P&L അക്കൗണ്ടിൽ എടുത്തിട്ടില്ല, അതങ്ങനെ തിരിച്ച് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഡെബിറ്റ് ടു P&L ഇൻ എക്സസ് ഓഫ് എമൗണ്ട് ഡെബിറ്റ് ടു P&L എന്ന് വെച്ചാൽ ഡിപ്രീസിയേഷൻ. അപ്പൊ ഡിപ്രീസിയേഷൻ ഇൻകം ടാക്സിൽ ഒരു റേറ്റ് പറയുന്നുണ്ടാവും, അപ്പൊ അതിനേക്കാൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്തു, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഡിപ്രീസിയേഷൻ ഇൻകം ടാക്സിൽ അനുവദിച്ചത് ഒരു പ്ലാന്റിന് 15% ആണെന്ന് മേടിക്കുക, നമ്മൾ എന്ത് ചെയ്തു 20% ഡിപ്രീസിയേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ എക്സസ് 20 - 15 എന്ന് പറയുന്ന ഒരു എക്സസ് ഉണ്ടല്ലോ, 5%, അതെന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അതുപോലെ തന്നെ അണ്ടർ വാല്യൂഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓർ ഓവർ വാല്യൂഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്. എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് നോക്കാം. അണ്ടർ വാല്യൂഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്കും ഓവർ വാല്യൂഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്കും ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, അപ്പൊ നമ്മൾ
ഓവർ വാല്യൂഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഡെബിറ്റ് സൈഡിലാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ സാധാരണ കാണിക്കുക അല്ലെ. ഡെബിറ്റ് സൈഡിലെ അതായത് ട്രേഡിംഗ് ആൻഡ് P&L നമ്മുടെ മെമ്മറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നാണ് അല്ലേ. അപ്പൊ ഡെബിറ്റ് സൈഡിൽ സാധാരണ കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എക്സ്പെൻസ് കൂട്ടി കാണിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ ഒബിയസ്ലി എന്താവും? ബിസിനസിന്റെ പ്രോഫിറ്റ് കുറയും അല്ലേ. സോ അതുകൊണ്ട് തിരിച്ച് ആഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ച് ഇത് തന്നെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ പ്രോഫിറ്റ് കുറയും. കാരണം ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ ഇരിക്കുന്നത്? ക്രെഡിറ്റ് സൈഡിലായിരിക്കുന്നത്. ക്ലോസിംഗ് സ്റ്റോക്കും സെയിൽസും ക്രെഡിറ്റ് സൈഡിലായിരിക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് കുറക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് കുറച്ച് കാണിക്കുന്നു എന്ന് അർത്ഥം. അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. സോ അതെന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ. സോ ഇത്രയും 4 ഐറ്റമാണ് നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യേണ്ടത്. ഇനി എന്തൊക്കെയാണ് കുറയ്ക്കേണ്ടത്, എന്തൊക്കെയാണ് ലെസ് ചെയ്യേണ്ടത് നോക്കാം. ഒന്ന്, എക്സ്പെൻസസ് ആൻഡ് ലോസസ് അലൗഡ് ബട്ട് നോട്ട് ഡെബിറ്റഡ് ഇൻ P&L അക്കൗണ്ട്. ഇപ്പോൾ ഇൻകം ടാക്സിൽ ഏതെങ്കിലും ഒരു എക്സ്പെൻസ് നമുക്ക് അലോ ചെയ്തിട്ടുണ്ട്, ഉദാഹരണം ഡിപ്രീസിയേഷൻ തന്നെ അലോ ചെയ്തിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? അത് എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്തിട്ടില്ല. അത്തരത്തിൽ എന്തെങ്കിലും എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക? നമ്മൾ ലെസ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻകം നോട്ട് ടാക്സിബിൾ അണ്ടർ ദിസ് ഹെഡ് ബട്ട് ക്രെഡിറ്റ് ടു P&L. അപ്പോൾ അതായത് എന്താണ്? നമ്മൾ ക്രെഡിറ്റ് ടു P&L, നമ്മളെ P&L അക്കൗണ്ട് വരയ്ക്കുമ്പോൾ PGBP ഇൻകം അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഇൻകം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ട്. അത് അങ്ങനത്തെ എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. കാരണം എന്താണ്? ഉദാഹരണം പറയുകയാണെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സിലെ ഇൻട്രസ്റ്റ് അത് IFOS ടാക്സ് ചെയ്യുന്നതാണ്. FD ഇൻട്രസ്റ്റ് അത് IFOS ടാക്സ് ചെയ്യേണ്ടതാണ്. സോ അത്തരത്തിലുള്ള വല്ല ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ്, സോ അത്തരത്തിലുള്ള എക്സ്പെൻസ് അല്ല ഇൻകം വല്ലതും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? നമ്മൾ സാധാരണ ലെസ് ചെയ്യണം. കാരണം എന്താണ്? അതൊന്നും PGBP ഇൻകം അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? അത് ലെസ് ചെയ്തല്ലേ, കുറക്കുക. ഓക്കെ. നെക്സ്റ്റ്, ഇൻകം എക്സംപ്റ്റ് ഫ്രം ടാക്സ് ബട്ട് ക്രെഡിറ്റഡ് ടു P&L അക്കൗണ്ട്. നമ്മൾ വല്ല ഇൻകം ഉണ്ട്, അത് ഓൾറെഡി ഇൻകം ടാക്സിൽ എക്സംപ്റ്റഡ് ആണെങ്കിൽ അത് എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. അതുപോലെ തന്നെ ഓവർ വാല്യൂഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ആൻഡ് അണ്ടർ വാല്യൂഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അതായത് പ്രോഫിറ്റ് നമ്മൾ കൂട്ടി കാണിക്കുക എന്ന് വെച്ചാൽ ഒന്നുകിൽ ക്ലോസിംഗ് സ്റ്റോക്ക് കൂട്ടി കാണിക്കുക, അല്ലെങ്കിൽ അണ്ടർ വാല്യൂഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് കുറച്ച് കാണിക്കുക. ഇത് രണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ പ്രോഫിറ്റ് കൂടിയിട്ടാണ് ഉണ്ടാവുക. അങ്ങനെ നമ്മൾ പ്രോഫിറ്റ് കൂട്ടി കാണിച്ചാൽ അത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. 1 സെക്കൻഡ്, സോറി. ഓക്കെ. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ഏതെങ്കിലും രീതിയിൽ കൂട്ടി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? അത് കുറക്കണം. കാരണം പ്രോഫിറ്റ് കൂട്ടി കാണിക്കുക വെച്ചാൽ 2 മെത്തേഡാണ് പ്രോഫിറ്റ് കൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഒന്നിക്കൽ എന്ത് ചെയ്യുക? ക്ലോസിംഗ് സ്റ്റോക്ക് കൂട്ടി കാണിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഓപ്പണിംഗ് സ്റ്റോക്ക് കുറച്ച് കാണിക്കുക. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് റിലേറ്റഡ് വിത്ത് എക്സ്പെൻസ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് റിലേറ്റഡ് ഇൻകം. അങ്ങനെ ആലോചിച്ചാണ്. ഓക്കെ, ഏത് സൈഡിലാണ് ഉള്ളതെന്ന് വിചാരിച്ചാണ്, ഓർമ്മിച്ചാണ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇത് ഏത് കേസിലാണ് ഈ ഫോർമാറ്റ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓൾറെഡി അവർ തന്നിട്ട് നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അല്ലാതെ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് തന്നതെങ്കിൽ നമ്മൾ വേറെ രീതിയിലാണ്. നമ്മൾ ഫ്രഷ് ആയിട്ട് ഒരു P&L അക്കൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു ഫോർമാറ്റ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് എന്ത് ചെയ്യുക? ആദ്യം എല്ലാ ഇൻകവും എല്ലാം ഓൾ ടുഗെദർ എന്ത് ചെയ്യുക? നമ്മൾ PGBP ഇൻകം ആഡ് ചെയ്യുക. അതിൽ നിന്ന് അഡ്മിസിബിൾ ആയിട്ട് എക്സ്പെൻസ് കുറയ്ക്കാണ് വേണ്ടത്. എന്തൊക്കെയാണ് ഇൻകം ടാക്സിൽ അഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് എന്ന് വെച്ചാൽ റെന്റ്, ഡിപ്രിസിയേഷൻ, സാലറി, അതുപോലത്തുള്ള ഓൾ അഡ്മിസിബിൾ ബിസിനസ് ലോസും എക്സ്പെൻസും ഒക്കെ കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ കിട്ടും. സാധാരണഗതിയിൽ എക്സാമിനേഴ്സിനൊക്കെ ചോദിക്കുന്നത് മറ്റേ ആദ്യത്തെ പ്രോബ്ലം ടൈപ്സ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഒരു ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ട് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച നെറ്റ് പ്രോഫിറ്റ് ആണ് ഉണ്ടാവുക. അതിൽ നിന്ന് നമ്മൾ ഈ ഫോർമാറ്റ് അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഒറിജിനൽ ആയിട്ടുള്ള ആക്ച്വൽ ആയിട്ടുള്ള PGBP ഇൻകം കണ്ടുപിടിക്കണം. ഓക്കെ, ഇതാണ് മെത്തേഡ്. നമുക്ക് 3-4 പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി ലഭിക്കും.
ഓക്കെ, ക്ലിയർ അല്ലേ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ബി കോമിനൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഡിഗ്രിയിലെ ലെവലിലെ സാധനങ്ങളൊക്കെ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോട്ടെ. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാണ്. സാധാരണഗതിയിൽ ഡിഡക്ഷൻസ് നോർമലി അലൗഡ് ഫ്രം PGBP ഇൻകം സെക്ഷൻ 30 മുതൽ സെക്ഷൻ 37 വരെയാണ് ഈ ഡിഡക്ഷൻസ് ഒക്കെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ എക്സ്പെൻസ് ഡിഡക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഏതൊരു വ്യക്തിക്കും ഇൻകം ടാക്സിൽ ചില എക്സ്പെൻസുകൾ അനുവദിച്ചു തന്നിട്ടുണ്ട്, നോർമലി അലൗഡ് ആണ്. അത്തരത്തിലുള്ള എക്സ്പെൻസിനാണ് ഡിഡക്ഷൻസ് നോർമലി അലൗഡ് ഫ്രം PGBP ഇൻകം എന്ന് പറയുന്നത്. ഏതൊക്കെയാണെന്ന് അത് നോക്കാം. ഒന്ന്, ടാക്സസ്, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ആണ്. ഇൻഷുറൻസ് ഫോർ ബിൽഡിംഗ് ആണ്. നമ്മുടെ PGBP ഇൻകം എവിടെ നിന്നാണോ ഉണ്ടാക്കുന്നത് ആ ബിൽഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. പേഴ്സണൽ ബിൽഡിംഗ് അല്ലേ, പേഴ്സണൽ ഹോമിന്റെ ഇൻഷുറൻസ് അല്ലേ, പേഴ്സണൽ ഇൻഷുറൻസും അല്ല. LIC കിട്ടൂലേ. ഇത് നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്നു, ആ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു റൂം എടുത്തിട്ടുണ്ട്, ആ റൂം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ട്, ഫയർ ഇൻഷുറൻസോ മറ്റുള്ള ഇൻഷുറൻസോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രീമിയം ആണ് ഇവിടെ ഡിഡക്ട് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലാക്കണേ. LIC പറ്റൂല, അതുപോലെ തന്നെ പേഴ്സണൽ ഹോമിന്റെ ഇൻഷുറൻസ് പറ്റൂല. ഇത് ബിസിനസിന്റെ ഇൻഷുറൻസ് ആണ്. ബിസിനസിന്റെ എവിടെയാണോ നമ്മൾ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത് അവിടുത്തെ ഇൻഷുറൻസ്. നെക്സ്റ്റ്, ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്. നമുക്കറിയാം ഏതൊരു ഫിക്സഡ് അസറ്റിനും സാധാരണഗതിയിൽ എന്തുണ്ടാകാറുണ്ട്, ഡിപ്രീസിയേഷൻ കൊടുക്കാറുണ്ട് നമ്മൾ, അല്ലേ? അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും എമൗണ്ട് ഡിപ്രീസിയേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻകം ടാക്സിൽ അനുവദിക്കുന്ന എക്സംഷൻ ആണ്. ക്ലിയർ? പിന്നെ ഉള്ളത് ഇൻവെസ്റ്റ്മെന്റ് അലവൻസ്, റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും തമ്മിലെ വ്യത്യാസം എന്താ? ആർക്കെങ്കിലും അറിയാമോ? റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും തമ്മിലെ വ്യത്യാസം ആർക്കെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറയാൻ പറ്റൂ? റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും തമ്മിലെ വ്യത്യാസം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമുക്ക് ലോങ് ടേം ബെനിഫിറ്റ്സ് ഉണ്ടാവും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്? ലോങ് ടേം ബെനിഫിറ്റ്സ് ഉണ്ടാവും. ലോങ് ടേമിലേക്ക് വരുന്ന എക്സ്പെൻസ് ആണ്. ഒരു പരിധി വരെ ശരിയാണ്, കറക്റ്റ് ആണ്. വേറെന്താ വ്യത്യാസം? നമ്മൾ ലോങ് ടേം ചിന്തിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന എക്സ്പെൻസ് ആണ് ക്യാപിറ്റൽ എക്സ്പെൻസ്. അത് വേറെ കറക്റ്റ് ആണ്. വേറെ എന്താണ് വ്യത്യാസം? അപ്പൊ റവന്യൂ എക്സ്പെൻഡിച്ചർ എവിടെ കൊടുക്കും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ ബാലൻസ് ഷീറ്റ് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എവിടെ കൊടുക്കും? വെരി ഗുഡ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ കൊടുക്കുന്നത്. എന്നാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബാലൻസ് ഷീറ്റിലാണ് കൊടുക്കുന്നത്. വളരെ സിമ്പിൾ ലോജിക്കാണ്. ഒരു എക്സ്പെൻസ് റിക്കറിംഗ് ആയിട്ട് ഉള്ള നാച്ചറാണ്. എന്ന് വെച്ചാൽ റിക്കറിംഗ് മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഏതെങ്കിലും ഒരു എക്സ്പെൻസ് നമ്മൾ തുടരെ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള എക്സ്പെൻസ് ആണ് എന്ത്, റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്നാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ വൺസ് ഇൻ എ വൈൽ, എപ്പോഴെങ്കിലും മാത്രമേ ഇൻകർ ചെയ്യുള്ളൂ. ഉദാഹരണം, നമ്മളൊരു ഫിക്സ്ഡ് അസറ്റ് വാങ്ങിക്കുന്നു, വലിയൊരു പ്ലാന്റ് വാങ്ങിക്കുന്നു, അതൊക്കെ 10 കോടിന്റെ ഒരു 1 CR അല്ലേ, ലോങ് ടേം പ്രൊജക്ട് ആണ് അതൊക്കെ, അല്ലെ? അത്തരത്തിലുള്ള സാധനങ്ങൾ, ഫിക്സ്ഡ് അസറ്റ്സ് ഒക്കെ നമ്മൾ എല്ലാ ഡെയിലി ബേസിസിൽ വാങ്ങിക്കോ? ഇല്ല. എന്നാൽ റവന്യൂ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഡെയിലി ബേസിസിലോ അല്ലെങ്കിൽ ഒരു ഫ്രീക്വന്റ് റെന്റ്, ഇത്തരത്തിലുള്ള എക്സ്പെൻസുകളൊക്കെ എല്ലാ മാസവും ഉണ്ടാവും. എല്ലാ മാസവും സാലറി കൊടുക്കണം, അല്ലെ? എല്ലാ മാസവും റെന്റ് കൊടുക്കണം, അല്ലെ? അതൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. എന്നാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് പർച്ചേസ് ഓഫ് എ ഫിക്സ്ഡ് അസറ്റ്, പർച്ചേസ് ഓഫ് എ പ്ലാന്റ്, ഇതൊക്കെ എന്താണ്, വൺസ് ഇൻ എ വൈൽ. നമ്മൾ ചിലപ്പോൾ ഒരു 5 വർഷം കൂടുമ്പോൾ ഒരു എക്സ്പെൻസേ വരുള്ളൂ. ക്യാപെക്സ് എന്ന് പറയും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ക്യാപെക്സ് എന്നും പറയാറുണ്ട്. സോ ഇതാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള വ്യത്യാസം. ഇത് നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക. ഫിക്സ്ഡ് അസറ്റ് ഒക്കെ എവിടെയാണ് കാണിക്കുക? ബാലൻസ് ഷീറ്റിലാണ്. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എപ്പോഴും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കാം. ക്ലിയർ?
എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. നിങ്ങൾ എവിടെയും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ? നെക്സ്റ്റ് ബോണസ് ആൻഡ് കമ്മീഷൻ. നമ്മൾ എംപ്ലോയീസിന് വല്ല ബോണസ് ആൻഡ് കമ്മീഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ. നമ്മൾ എന്ത് ചെയ്യുന്നു? ലോൺ എടുക്കുന്നു, അതിന്റെ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നു, അങ്ങനെയുള്ള എക്സ്പെൻസുകൾ അലോഡ് ആണ്. കോൺട്രിബ്യൂഷൻ ടു RPF റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആണ്. എംപ്ലോയീസിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ സാലറിന്റെ 12% എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ പെർസെൻറ്റേജ് തന്നെ എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യണം. അത്തരത്തിൽ എംപ്ലോയർക്ക് വേണ്ടി വരുന്ന എക്സ്പെൻസ് ആണ് ഇവിടെ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. 12% ആണ് സാലറി ചെയ്യേണ്ടത്, കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് കോൺട്രിബ്യൂഷൻ ടു ഗ്രാറ്റുവിറ്റി ആണ്. നിങ്ങൾ ഗ്രാറ്റുവിറ്റിയിലേക്ക് വരുന്ന പേയ്മെന്റ്. അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം. ഈ RP ഫയലും ഗ്രാറ്റുവിറ്റി ആയാലും പെൻഷൻ സ്കീം ആയാലും എംപ്ലോയി പറയാൻ പറ്റുമോ? ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്റ്റേഴ്സിന് തിരിച്ചു കിട്ടാത്ത പൈസ. അതെ, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു പൈസ 100 രൂപയുടെ സെയിൽ ചെയ്തു. അപ്പൊ അതിൽ നിന്നും 5% അയാൾ തിരിച്ചു തന്നില്ല എന്ന് വെച്ചാൽ 5 രൂപ തിരിച്ചു തന്നില്ല, 95 രൂപ മാത്രമേ അയാൾ എന്ത് ചെയ്തിട്ടുള്ളൂ? തിരിച്ചു തന്നിട്ടുള്ളൂ. ക്രെഡിറ്റ് സെയിലാണ് ചെയ്തതെന്ന് വിചാരിക്കാം. അങ്ങനെ ആ 5 രൂപ നമുക്ക് കിട്ടാതെ നഷ്ടപ്പെട്ടു പോയ 5 രൂപക്കാണ് എന്ത് പറയുന്നത്? ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അഥവാ മലയാളത്തിൽ പറയുവാണെങ്കിൽ കിട്ടാ കടം എന്ന് പറയും. ക്ലിയർ ആണോ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഇതിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് കൊടുക്കുന്നത്. ഇപ്പൊ ചില വ്യക്തികൾക്ക് ഒരു ശീലം ഉണ്ടാവും, പൈസ വാങ്ങിക്കഴിഞ്ഞാൽ കൊടുക്കൂല. അപ്പൊ 5%, 10% ഒക്കെ നമ്മൾ അത് ആ ഒരു റിസർവ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കും. കാരണം നമുക്ക് എപ്പോഴും അറിയാം അല്ലെ, ഇത്ര ശതമാനം ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ എ എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും 10% തരാത്ത ഒരാളാണെങ്കിൽ എക്ക് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 10% ഒരു പ്രൊവിഷൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഏത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രകാരമാണ് നമ്മൾ ബാഡ് ഡെപ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആർക്കെങ്കിലും അറിയാവോ? അബ്സല്യൂട്ട് ബേസിക് ആണ്. ഏത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാഡ് ഡെപ്റ്റ് കൊടുക്കുന്നത്? ഇതും ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മളെ അക്കൗണ്ടിങ്ങിന്റെ ബേസിക് പ്രിൻസിപ്പിൾ പഠിക്കുമ്പോൾ പഠിച്ചൊരു പ്രിൻസിപ്പിൾ ആണത്. അതിൽ ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ് നമ്മൾ ബാഡ് ഡെപ്റ്റ് കൊടുക്കുന്നത് വ്യക്തികൾക്ക്? അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ബാഡ് ഡെപ്റ്റ് കൊടുക്കുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞൊരു എൻട്രി ഇടാൻ കാരണം ഏത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആണ്? ഏത് ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആണ്? ആർക്കെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്താലും മതി. ആർക്കെങ്കിലും അറിയാമോ? കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ എന്ന് കേട്ടിട്ടുണ്ടോ? കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ എന്ന് കേട്ടില്ലേ? ഇല്ല. കൺസർവേറ്റിസം എന്ന് വെച്ചാൽ പ്രൂഡൻസ് പ്രിൻസിപ്പിൾ എന്ന് കേട്ടിട്ടുണ്ടോ? പ്രൂഡൻസ് പ്രിൻസിപ്പിൾ കേട്ടിട്ടില്ല? പ്രൂഡൻസ് പ്രിൻസിപ്പിൾ അഥവാ കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ എന്ന് പഠിച്ചിട്ടുണ്ടാവും. അതായത് പ്രൊവൈഡ് ഫോർ ഓൾ ലോസ്, ഡു നോട്ട് ആന്റിസിപ്പേറ്റ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. ഇതാണ് കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ പറയുന്നത്. അഥവാ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആണ്. നമുക്ക് ഈ കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയാൻ വേണമെങ്കിൽ എന്താണ്? ഇപ്പൊ നമ്മളെ നാട്ടിൽ സാധാരണഗതിയിൽ ഒരുപാട് ബേജാർ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ബേജാർ എന്ന് പറഞ്ഞാൽ അറിയാവോ? ഒരുപാട് ടെൻഷൻ ഉള്ള ആളുകളെയാണ് ബേജാറുള്ള ആളെന്ന് പറയാം മലബാർ ഏരിയയിൽ. സോ അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ അയാളുടെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ബേജാർ എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും എനിക്ക് നഷ്ടം വരുമോ, ബിസിനസ്സിൽ നഷ്ടം വരുമോ എന്ന് ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ട് അല്ലെ. അയാൾ ഓർമ്മിച്ചാൽ മതി കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ പഠിക്കണമെങ്കിൽ. സോ അയാളുടെ ടെൻഷൻ എന്താണ്? ബിസിനസ്സിൽ ലോസ് വരുമോ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? പ്രൊവൈഡ് ഫോർ ഓൾ ലോസ്, ഡു നോട്ട് ആന്റിസിപ്പേറ്റ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. നമുക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ നഷ്ടത്തിനും നമ്മൾ എന്ത് ചെയ്യുക? എൻട്രി ഇട്ടേക്കുക. എന്നാൽ പോസിബിൾ ആയിട്ടുള്ള ഇൻകത്തിനെ എന്ത് ചെയ്യേണ്ടതില്ല? എക്സ്പെക്ട് ചെയ്യേണ്ടതില്ല എന്നാണ് പറയുന്നത് കൺസർവേറ്റിസം. അത് പ്രകാരമാണ് ശരിക്കും നമ്മൾ ബാഡ് ഡെപ്റ്റ് കൊടുക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ?
അപ്പൊ ഇതാണ് കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് കോൺസെപ്റ്റ് കൊടുക്കുന്നത്. അത്തരത്തിൽ നമ്മൾ ബാഡ് ഡെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതും ഡിസോർഡ് അലോ ചെയ്യുന്ന എക്സ്പെൻസ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് അലോഡ് അല്ല. ആക്ച്വൽ എമൗണ്ട് ഓഫ് ബാഡ് ഡെപ്റ്റ് മാത്രമേ ഇൻകം ടാക്സിൽ അലോ ചെയ്യുള്ളൂ. പ്രൊവിഷൻ, എസ്റ്റിമേറ്റ്, റിസർവ് ഇത്തരത്തിലൊന്നും ഇൻകം ടാക്സിൽ എന്ത് ചെയ്യില്ല, അലോ ചെയ്യത്തില്ല. അത് വളരെ ശ്രദ്ധിക്കണം. നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് റിസർവ് ഫോർ ബാഡ് ഡെപ്റ്റ് എന്നൊക്കെ തരും. അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഡിഡക്ട് ചെയ്യാൻ പാടില്ല. അതൊക്കെ നമുക്ക് അലോവബിൾ എക്സ്പെൻസ് അല്ല കേട്ടോ. നെക്സ്റ്റ് ട്രാൻസ്ഫർ ടു റിസർവ്. റിസർവിലേക്ക് കൊടുക്കുന്ന എമൗണ്ടുകളൊന്നും നമുക്ക് അലോഡ് അല്ല. STT, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഷെയർ അല്ലെങ്കിൽ ഡിബഞ്ചർ ഒക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് NSE-യിലോ BSE-യിലോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊടുക്കുന്ന ഒരു ടാക്സ് ആണിത്, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറയുന്നത്. അതും എന്താണ്, സാധാരണഗതിയിൽ നോർമലി അലൗഡ് ആണ്. ഓക്കെ. റെന്റ് ആൻഡ് റേറ്റ് ഒക്കെ അലൗഡ് ആണ്. എന്നാൽ പേഴ്സണൽ എക്സ്പെൻസ് എന്താണ്, പേഴ്സണൽ എക്സ്പെൻസ് അലൗഡ് അല്ല. എക്സ്പെൻസസ് നോട്ട് അലൗഡ് സെക്ഷൻ 40-ലാണ് നോട്ട് അലൗഡിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ലിസ്റ്റുകളൊക്കെ പറയുന്നത്. ഈ പറയുന്ന എക്സ്പെൻസുകളൊന്നും നമുക്ക് PGBP അഥവാ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ട് കുറക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നും കുറക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. ഒന്ന് പേഴ്സണൽ എക്സ്പെൻസ് ആണ്, അതായത് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അയാളുടെ ജീവിത ചെലവ് എന്ത് ചെയ്യുക, ബിസിനസിന്റെ പേരിൽ എഴുതുക. അപ്പൊ അത്തരത്തിൽ അങ്ങനെ ബിസിനസിന്റെ പേരിൽ എഴുതി കഴിഞ്ഞാൽ അത് ഇൻകം ടാക്സ് പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അത് നമുക്ക് പറയാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കാൻ പറ്റൂല അല്ലേ, ബാലൻസ് ഷീറ്റിലല്ലേ സാധാരണഗതിയിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൊടുക്കുക. അതും നമുക്ക് എന്ത് അലോ ചെയ്യില്ല. അതുപോലെ തന്നെ ഈ പ്രീവിയസ് ഇയർ അല്ലാത്ത എക്സ്പെൻസുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അലോ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 2024 അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ 2020 എക്സ്പെൻസ് കാണിക്കുക, അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് സാലറി പെയ്ഡ് ഔട്ട്സ്റ്റാൻഡിങ് ഇന്ത്യ വിത്തൗട്ട് ഡിഡക്ടിങ് TDS. എന്ത് ചെയ്യുക, നമ്മൾ TDS കട്ട് ചെയ്യേണ്ട സെക്ഷൻ 194 പ്രകാരം ഏതെങ്കിലും ഒരു TDS കട്ട് ചെയ്ത് നമ്മൾ സാലറി കൊടുക്കേണ്ടതുണ്ടായിരുന്നു എന്ന് വിചാരിക്കും. സോ അത്തരത്തിൽ TDS കട്ട് ചെയ്യാണ്ട് സാലറി കൊടുത്തു, അങ്ങനെയാണെങ്കിൽ അത് ഡിസലോ ചെയ്യും, എക്സ്പെൻസ് ഡിസലോ ചെയ്യും. ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ്, അതുപോലെ തന്നെ ഇൻകം ടാക്സ് പേയബിൾ. നമ്മൾ ഇൻകം ടാക്സ് പേയബിൾ, ഒരു ഇൻകം ടാക്സിൽ ഒരിക്കലും ഇൻകം ടാക്സ് നമ്മൾ അടച്ചത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു റെലവൻസ് ആയിട്ടോ ഒരു എക്സംഷൻ ആയിട്ടോ ഒരു എക്സ്പെൻസ് ആയിട്ടോ കാണിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് ഇൻ പബ്ലിക്കേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി, ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി എക്സ്പെൻസ്, അതൊന്നും എന്തായിരിക്കാൻ പറ്റില്ല, എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ആൻഡ് ടാക്സ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് നമുക്ക് കിട്ടില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിസർവും കിട്ടില്ല, ടാക്സും കിട്ടില്ല. പ്രൊവിഷൻ ഫോർ ടാക്സ്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, ഇതൊന്നും നമുക്ക് കിട്ടില്ല. ഓക്കെ. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യണേ? പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഇറ്റ്സ് എ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. പഠിച്ചല്ലേ, ഞാൻ പറഞ്ഞു ഇപ്പോൾ. അതായത് ഏതെങ്കിലും ഒരു ലോസോ എക്സ്പെൻസോ നമുക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എമൗണ്ട് പ്രൊവിഷൻ ഇട്ട് വെക്കുവാണ്. ഇപ്പോൾ 5%, 10%-ന്റെ പ്രോഫിറ്റിന്റെ ഒരു പെർസെൻറ്റേജ് നമ്മൾ എടുത്ത് മാറ്റി വെക്കുവാണ്. അതിനാണ് എന്ത് പറയുന്നത്, പ്രൊവിഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പ്രൊവിഷൻ സമ്മതിക്കാത്തത് ഇൻകം ടാക്സ്? പ്രൊവിഷൻ എന്ന് പറയുന്നത് ഒരു ആക്ച്വൽ എമൗണ്ട് അല്ല, ബാഡ് ഡെപ്റ്റ് ആണ് ആക്ച്വൽ എമൗണ്ട്. പ്രൊവിഷൻ എന്ന് പറയുന്നത് ബിസിനസ്സിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല, അങ്ങനെ സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. സോ അത്തരത്തിൽ നമ്മൾ ഒരു പ്രിക്കോഷണറി മെഷർ ആയിട്ട് എടുക്കുന്ന ഒരു സാധനമാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. അത് ബാലൻസ് ഷീറ്റിലാണോ അക്കൗണ്ട് ചെയ്യുക? നോ, എക്സ്പെൻസ് P&L അക്കൗണ്ട് തന്നെയാണ്. നിങ്ങൾ കാണാറില്ലേ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഇന്ന കാര്യം, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, അങ്ങനെ കാണാറില്ലേ ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ? സോ അത്തരത്തിൽ എന്തുകൊണ്ടാണ് പ്രൊവിഷൻ കിട്ടാത്തതെന്ന് വെച്ചാൽ, പ്രൊവിഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ എമൗണ്ട് അല്ല, എസ്റ്റിമേറ്റ് ആണ്. അപ്പൊ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ടും നമ്മുടെ ആ ക്ലയന്റിന്റെ കാര്യങ്ങളും ഹിസ്റ്ററിയൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു പ്രൊവിഷൻ ഉണ്ടാക്കുന്നത്. അത് ആക്ച്വൽ എമൗണ്ട് അല്ല. ആക്ച്വൽ എമൗണ്ട് ഈ പ്രീവിയസ് ഇയർ കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത്രയാണ് ആക്ച്വൽ എമൗണ്ട് അയാൾ കിട്ടാത്തത് എന്ന്. അതുകൊണ്ടാണ് ഇൻകം ടാക്സ് ആ എമൗണ്ട് സമ്മതിക്കാത്തത് അല്ലെങ്കിൽ അലോ ചെയ്യാത്തത്. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് നഷ്ടം സംഭവിച്ചു കഴിഞ്ഞു, ഓൾറെഡി ലോസ് ആണ്, അതുകൊണ്ടാണ് അത് അനുവദിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടോ വേറെ എന്തെങ്കിലും പ്രൊഫഷനായിട്ട് റിലേറ്റ് ചെയ്യും? അടുത്തത് ഡിപ്രീസിയേഷൻ റേറ്റ് ഓഫ് ബ്ലോക്ക് ഓഫ് അസറ്റ് പഠിക്കണം. വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് ഡിപ്രീസിയേഷൻ, എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ആദ്യം അതിനു മുമ്പ് എന്താണ് ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് നോക്കാം. ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ റിട്ടേൺ ഓൺ വാല്യൂ മെത്തഡ്. അപ്പോൾ ഇൻകം ടാക്സിൽ എപ്പോഴും WDV മെത്തഡാണ് യൂസ് ചെയ്യേണ്ടത്. ബ്ലോക്ക് ഓഫ് അസറ്റ്സ് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് അസറ്റ്.
ബിൽഡിംഗ് ഓർ ലാൻഡ് ഓർ പ്ലാന്റ് ആൻഡ് മെഷീനറി, സോറി ലാൻഡ് ഇല്ല, ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഓർ വിച്ച് ദ റേറ്റ് ഓഫ് എ ഡിപ്രീസിയേഷൻ പ്രിസ്ക്രൈബ്ഡ് അണ്ടർ ഇൻകം ടാക്സ് വിൽ ബി ദ സെയിം. അതായത് ഒരേ റേറ്റ് ഉള്ള ഒരു കൂട്ടം അസറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. ഇൻകം ടാക്സിൽ എപ്പോഴും ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ് ഡിപ്രീസിയേഷൻ കൊടുക്കുന്നത്. ഒരു ഇൻഡിവിജ്വൽ അസറ്റിനല്ല എന്ത് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ കൊടുക്കുന്നത്. അതായത് ഫർണിച്ചർ എ ബി സി അങ്ങനെ 10 നമ്പർ ഫർണിച്ചർ ഉണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ 10 ഫർണിച്ചറിനും ഒരേ റേറ്റ് ഡിപ്രീസിയേഷൻ 10% കൊടുക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കുക, ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ ഫർണിച്ചറിന്റെ ഒരു ബ്ലോക്ക് ഓഫ് അസറ്റ് ആണ് എന്ന് പറയാം, അതിന്റെ ഡിപ്രീസിയേഷൻ സെയിം ആയിരിക്കും. ക്ലിയർ ആണോ? ഇപ്പൊ ഒരേ പോലുള്ള ഒരേ ഡിപ്രീസിയേഷൻ റേറ്റ് ഉള്ള ഒരുപാട് അസറ്റ് ഉണ്ടെങ്കിൽ അതിനെ എന്ത് പറയാം, ഒരു ബ്ലോക്ക് ആണെന്ന് പറയാം. അതിനാണ് നമ്മൾ ഇൻകം ടാക്സിൽ ഡിപ്രീസിയേഷൻ കൊടുക്കുന്നത്. അപ്പൊ ഇൻകം ടാക്സിൽ ഒരുപാട് ബ്ലോക്ക് ഓഫ് അസറ്റ് ഉണ്ട്. ബിൽഡിങ്ങിന് സാധാരണ രീതിയിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കൊടുക്കേണ്ടത് 5% ആണ്. അത് റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബിൽഡിംഗ് ആണെങ്കിൽ. അതേ സ്ഥാനത്ത് മറ്റുള്ള ബിൽഡിംഗ് ആണെങ്കിൽ 10% ആണ്. ടെമ്പററി കൺസ്ട്രക്ഷൻ ആണെങ്കിൽ, അതായത് നമ്മൾ ഷീറ്റ് ഒക്കെ അടിച്ചിട്ട് ഉണ്ടാക്കുന്നില്ലേ നമ്മളെ കൺസ്ട്രക്ഷൻ സൈറ്റ്സിലൊക്കെ, അതായത് അത് ഡിമോളിഷ് ചെയ്യും, ആ പ്രൊജക്ട് കഴിയുമ്പോൾ ഡിമോളിഷ് ചെയ്യും. അത്തരത്തിൽ ഉപയോഗിക്കുന്ന ബിൽഡിംഗ് ആണെങ്കിൽ 40% ആണ് എന്ത് ചെയ്യേണ്ടത്, WDV യൂസ് ചെയ്യേണ്ടത്, ഡിപ്രീസിയേഷൻ യൂസ് ചെയ്യേണ്ടത്. ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സിന്റെ ഡിപ്രീസിയേഷൻ റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. ഇത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചേക്കണം കേട്ടോ. ഏതെങ്കിലും കേസിൽ എക്സാമിന് ഡിപ്രീസിയേഷന്റെ പെർസെൻറ്റേജ് തന്നിട്ടില്ല എങ്കിൽ ഈ പെർസെൻറ്റേജ് ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, ഇൻകം ടാക്സിലെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കേട്ടോ. ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സ് 10%, പ്ലാന്റ് ആൻഡ് മെഷീനറി 15% ഉപയോഗിക്കുന്നുണ്ട്, 20%, 30%, 40% ഓർ 45%. അതുപോലെ തന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്, ഗുഡ് വിൽ, ട്രേഡ് മാർക്ക്, പേറ്റന്റ് ഒക്കെ ആണെങ്കിൽ 25% ആണ് ഡിപ്രീസിയേഷൻ റേറ്റ്. ഷിപ്പിന്റെ റേറ്റ് നമുക്കറിയാം, കാർഗോ ഷിപ്പ് അല്ലെങ്കിൽ വെസൽസ് ഒക്കെ 20% ആണ്. ഷിപ്പിന്റെ മറ്റൊരു പേരാണ് കേട്ടോ വെസൽസ് എന്ന് പറയുന്നത്. എയർക്രാഫ്റ്റ് ആണെങ്കിൽ 40%, ഹെലികോപ്റ്റർ അതുപോലെ തന്നെ മറ്റുള്ള എയർക്രാഫ്റ്റ്. കമ്പ്യൂട്ടർ ആൻഡ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ 40%, ബുക്സിൻ്റെത് 40%. എന്തുകൊണ്ടായിരിക്കും ബുക്സും കമ്പ്യൂട്ടറൊക്കെ 40% കൊടുക്കുന്നത്? അതൊക്കെ പെട്ടെന്ന് നശിച്ചു പോകുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ മാക്സിമം ഡിപ്രീസിയേഷൻ കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ലോജിക്ക്. പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെന്റ് 40%. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ UV കൺട്രോളർ അങ്ങനെയുള്ള നമുക്ക് മനസ്സിലാവും അല്ലേ, അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും ഓരോ ഓഫീസിലൊക്കെ. അതിനാണ് പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. 40% ഡിപ്രീസിയേഷൻ ആണ്. ഓയിൽ കിണർ, ഓയിൽ വെൽസ് 15%. ഇങ്ങനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കൊടുക്കേണ്ടത്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ചില ഡിപ്രീസിയേഷൻ ബ്ലോക്ക് ഓഫ് അസറ്റ് പറയുന്നുണ്ട്. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ടത്, ബ്ലോക്ക് ഓഫ് അസറ്റ് ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും ഒരു അസറ്റ് 180 ദിവസം നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ, എന്ന് വെച്ചാൽ 6 മാസത്തിൽ കൂടുതൽ യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ ഹാഫ് റേറ്റ് മാത്രമേ ഡിപ്രീസിയേഷന് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 6/12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ ആണോ? ഉദാഹരണം 10% വെച്ചിട്ടുള്ള ഡിപ്രീസിയേഷൻ ഉള്ള സാധനമാണ്. അപ്പോൾ അത് ഡേറ്റ് നോക്കുവാണെങ്കിൽ 1 ഒക്ടോബർ മുതൽ നോക്കിയാൽ മതി. 1 ഒക്ടോബറിന് മുമ്പോട്ടാണ് നമ്മൾ ഒരു സാധനം വാങ്ങിക്കുന്നതെങ്കിൽ അത് 6 മാസത്തിൽ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. 1 ഒക്ടോബറിന് ശേഷമാണ് ഒരു അസറ്റ് വാങ്ങിക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും, നമ്മൾ 6 മാസം യൂസ് ചെയ്യാൻ കഴിയില്ല. പ്രീവിയസ് ഇയറിൽ 6 മാസം യൂസ് ചെയ്യാൻ കഴിയും. അങ്ങനെ ആലോചിച്ചാൽ മതി. ഏതെങ്കിലും ഒരു അസറ്റ് 150 ദിവസം അല്ലെങ്കിൽ 6 മാസം നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ ഹാഫ് റേറ്റ് ഡിപ്രീസിയേഷൻ മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഏത് ദിവസം മുതലാണ് നോക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡിപ്രീസിയേഷൻ പുട്ട് യൂസ്, അതാ അസറ്റ് എപ്പോഴാണോ പുട്ട് യൂസ് ചെയ്തത് എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മൾ അസറ്റ് വാങ്ങിച്ച ഡേറ്റ് അല്ല നോക്കേണ്ടത്, എപ്പോഴാണോ ഇൻസ്റ്റോളേഷൻ ചെയ്തത്, പുട്ട് യൂസ് ആയത് എന്ന് വെച്ചാൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്, ആ ഡേറ്റ് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് 6 മാസം യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കേണ്ട ഡേറ്റ്, അസറ്റ് എപ്പോഴാണോ പുട്ട് യൂസ് ചെയ്തത് ആ ഡേറ്റ് ആയിരിക്കണം നോക്കേണ്ടത്. ക്ലിയർ ആണോ? സോ ഇത്രയും കാര്യങ്ങളാണ് PGBP എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ റിട്ടേൺ ഡൗൺ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഓരോ വർഷം ഈ പെർസെന്റേജ് കുറയ്ക്കൂലേ? ഡെമിനിഷിംഗ് ആയിട്ട് വരുന്നത്, അതിനാണ് WDV മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ 1 lakh ആണ് ഡിപ്രീസിയേഷൻ, 1 lakh ആണ് അസറ്റിന്റെ വാല്യൂ, 10% ആണ് ഡിപ്രീസിയേഷൻ എങ്കിൽ ആദ്യത്തെ വർഷം 1 lakh × 10% 10,000 ആയിരിക്കും. അടുത്ത വർഷം എടുക്കുമ്പോൾ ഈ 10,000 മൈനസ് ചെയ്യണം. എന്ന് വെച്ചാൽ 1 lakh മൈനസ് 10,000, WDV വാല്യൂ എത്രയായിരിക്കും? 90,000 മാത്രമേ ഉണ്ടാവും. അതിനടുത്ത വർഷം 90,000 മൈനസ് ഈ എന്ത് ചെയ്യുക, 9,000 മൈനസ് ചെയ്യുക. പിന്നെ അടുത്ത വർഷം 91,000 ഉണ്ടാവുക.
അങ്ങനെ അങ്ങനെ കുറഞ്ഞ് 72 ആവും, 80 അങ്ങനെ കുറഞ്ഞ് വരും. WDV എന്ന് പറയുമ്പോൾ ഡിമിനിഷിങ് വാല്യൂ ആയിരിക്കും, ഡിപ്രീസിയേഷൻ റേറ്റ് കുറഞ്ഞു വരും. SLM മെത്തേഡ് ആണെങ്കിൽ എല്ലാ വർഷവും ഒരേ പെർസെൻറ്റേജ് ഡിപ്രീസിയേഷൻ ആണ് ഉണ്ടാവുക. ഫിക്സ്ഡ് പെർസെന്റേജ് അല്ലേ? യെസ്, വെരി ഗുഡ്. വേറെ എന്താ ഉണ്ടാവും? വേറെ എന്തെങ്കിലും ഡൗട്ട് സാറേ ഉണ്ടായിരുന്നു? ഈ എക്സാമിന് കമ്പ്യൂട്ടേഷൻ ടൈപ്പ് ക്വസ്റ്റ്യന് വരാന് ചാൻസ് ഉണ്ടോ എല്ലാ ഇതിലും? വരാം, ചോദിക്കാം. ആ. 1 സെക്കൻഡ്. വേറെ ഏതെങ്കിലും കാര്യത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് പോയാലോ? ഈ ബിസിനസ് രണ്ട് ടൈപ്പ് ഉണ്ടാവില്ല, അതായത് പാർട്ണർഷിപ്പ് ആയിട്ടും നമ്മൾ ഇൻഡിവിജ്വൽ ബിസിനസ് ആയിട്ടും തുടങ്ങൂലേ? ഉം, ഉം, ഉം. ഓ, ഓക്കെ, അതൊക്കെ സെയിം ഓക്കെ. ഈ അതുകൊണ്ട് സെയിം തന്നെ ആയിരിക്കും ലാസ്റ്റ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണേ? എല്ലാ സോൾ പ്രൊപ്പറേറ്റർ ആയാലും ശരി, പാർട്ണർഷിപ്പ് ആയാലും ശരി, ഏത് ബിസിനസ്സും ഇതേപോലെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്ന് പറയുന്ന ഈ ഹെഡ് തന്നെയാണ് ടാക്സ് ചെയ്യുന്നത്. മനസ്സിലായോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസിൽ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് അസറ്റ് ബിലോങ്സ് ടു 40% റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ? ഈ പറയുന്ന താഴെ പറയുന്ന ഏത് അസറ്റ് ആണ് 40% റേറ്റ് ഓഫ് ഡിപ്രീസിയേഷനിൽ വരുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, എയർക്രാഫ്റ്റ്, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് സോഫ്റ്റ്വെയർസ്, ബുക്സ്, ഓൾ ഓഫ് ദി അബോവ്. ആൻസർ എന്താണ്? വിച്ച് വൺ ഓഫ് ദി All of ഫോളോയിങ് the അസറ്റ് above. ബിലോങ്സ് ടു 40% റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോവ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടെമ്പററി സ്ട്രക്ചർ ബിൽഡിംഗ് ഈസ് ഡിപ്രീഷിയേറ്റഡ് at the rate of dash 5%, 10%, 40% or 20%. ടെമ്പററി സ്ട്രക്ചർ ഒക്കെ ഏത് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷനിൽ വരുന്നതാണ്? 40%. ആൻസർ ഈസ് 40% ആണ്. ആൻസർ നമുക്ക് കാണാൻ കാരണം പറ്റുള്ളൂ. അതൊക്കെ ഓക്കെ, ഫൈൻ. ഫൈൻ, ഇവിടെ ഉണ്ടല്ലേ, കുഴപ്പമില്ല. ഓക്കെ, 1, 2, 3. ഓക്കെ, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ കാണാൻ പറ്റുന്നില്ലല്ലോ.
ഷിപ്സ് ആർ ഡിപ്രീസിയേറ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് എത്ര ഷിപ്സിന് കൊടുക്കുന്ന റേറ്റ് എത്രയാണ്? 20%. 40%. നോ നോ ഷിപ്സിന്റെ റേറ്റ് എത്രയാണ്? 20%. കറക്റ്റ് ആൻസർ ആണ്. 20% ഇസ് റൈറ്റ് ആൻസർ കേട്ടോ. ഷിപ്സ് ആർ ഡിപ്രീസിയേറ്റഡ് അറ്റ് റേറ്റ് ഓഫ് 20%. സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ. പേഴ്സണൽ എക്സ്പെൻസ് ഓഫ് SSC can be claimed as a deduction from not correct. എന്താണ് റൈറ്റ് ആൻസർ? Not correct. Personal expense of an SSC can be claimed as a deduction. Not correct ആണോ കറക്റ്റ് ആണോ? Not correct. പറയ്. Not correct. ക്ലെയിം ചെയ്യും. നോട്ട് കറക്റ്റ് ഈസ് ദ റൈറ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി നോട്ട് കറക്റ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് എപ്പോഴും അറിയാം നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസുകളൊന്നും ഇൻകം ടാക്സ് എന്ത് ചെയ്യില്ല, അനുവദിച്ചു തരില്ല. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി ഇൻക്ലൂഡഡ് അണ്ടർ PGBP ആസ് പെർ സെക്ഷൻ 28 ചാർജബിലിറ്റി? ഈ പറയുന്ന ഏതൊക്കെ സാധനങ്ങളാണ് നമുക്ക് ചാർജബിലിറ്റി സെക്ഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ഒന്ന്, റെമ്യൂണറേഷൻ ടു എ പാർട്ട്ണർ, സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ ലൈക്ക് ട്രേഡിംഗ് ഇൻ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, സ്കീം ആൻഡ് ഇൻഷുറൻസ് പോളിസി, all of the above. Speculative transactions. All of the above. All of the above. All of the above. എന്താണ് ആൻസർ? എന്താണ്? ഹലോ, All of the above. all of the above is the right answer കേട്ടോ. നമുക്കറിയാം റെമ്യൂണറേഷൻ ടു എ പാർട്ട്ണർ ടാക്സബിൾ അണ്ടർ PGBP, സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസ് ലൈക്ക് ട്രേഡിംഗ് ഇൻ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ടാക്സബിൾ അണ്ടർ PGBP, സ്കീം ആൻഡ് ഇൻഷുറൻസ് പോളിസി ടാക്സബിൾ അണ്ടർ PGBP. So all of the above answer is correct. Right answer will be option D, all of the above. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം, പ്രോബ്ലം ആയിട്ടുള്ള. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങളെല്ലാവരും സ്വന്തമായിട്ട് ചെയ്തിട്ട് എനിക്ക് ആൻസർ പറഞ്ഞു തരണം കേട്ടോ. ഞാൻ എത്ര മണി വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ടേ? വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരാം. എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് ക്വസ്റ്റ്യൻ വായിച്ചു ഞാൻ ചെയ്തുതരാം. ഓക്കെ, ആദ്യത്തെ ഇല്ലുസ്ട്രേഷൻ നമ്പർ 5. ഫോളോയിങ് ഈസ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് മിസ്റ്റർ പ്രഭാത് ആൻഡ് സൺസ്. ഇവിടെ ബൈ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ് തന്നിട്ടുണ്ട്? 1,35,000 ആണ്. അതിൽ നിന്നും ചില എക്സ്പെൻസുകൾ ഇവിടെ ഓൾറെഡി കുറച്ചിട്ടുണ്ട്, എന്നിട്ട് നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഫോർമാറ്റ് ആണ് തന്നതെങ്കിൽ, ഓൾറെഡി കാൽക്കുലേറ്റഡ് ഫിഗർ ആണ് നമുക്ക് തന്നതെങ്കിൽ, നമ്മൾ ചെയ്യേണ്ടത് നെറ്റ് പ്രോഫിറ്റ് എടുക്കുക, അതിൽ നിന്നും കുറക്കാൻ പറ്റാത്ത എക്സ്പെൻസുകൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഏതെങ്കിലും IFRS ഇൻകം അല്ലാത്ത വേറെ ഏതെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? PGBP ഇൻകം കിട്ടും. ഇത്രയാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ എക്സ്പെൻസുകളുടെ പേര് ഞാൻ വായിക്കുമ്പോൾ അത് ക്ലെയിം ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന് നിങ്ങൾ പറഞ്ഞു തരണം. ക്ലിയർ ആണോ? എല്ലാവരും മൈക്ക് ഓൺ ചെയ്തിട്ട് പറഞ്ഞു തരണം ഈ എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. എന്നിട്ട് നമുക്ക് ഫോർമാറ്റിൽ ചെയ്തിട്ട് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാം. ക്ലിയർ ആണോ? ഒന്നാമത്തത് ബൈ GP ആണ്. അത് റൈറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്, വേറെ ഇൻകം ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് ഇൻകത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. നെക്സ്റ്റ്, ഒന്നാമത്തെ എക്സ്പെൻസ് തന്നിരിക്കുന്നത് ഒന്ന് ടു സാലറീസ് എന്ന് പറയുന്ന എക്സ്പെൻസ് ആണ്. ഇത് ഇൻകം ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ ഇല്ലേ? സാലറി എക്സ്പെൻസുകള് എല്ലാവരും ഒന്ന് പെട്ടെന്ന് പറയണേ. ചെയ്യാൻ പറ്റും, അത് അലൗഡ് ആണ്. അപ്പൊ അതിനൊന്നും ചെയ്യണ്ട, കാരണം നെറ്റ് പ്രോഫിറ്റ് ഓൾറെഡി ഡിഡക്ട് ചെയ്തിട്ടുണ്ട്, നമ്മളൊന്നും ചെയ്യണ്ട. അടുത്തത് ഹൗസ് ഹോൾഡ് എക്സ്പെൻസ്. എന്താ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാല്? ഹൗസ് ഹോൾഡ് ഐറ്റംസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്മള്? ഹൗസ് ഹോൾഡ് ഐറ്റംസിന്റെ ഷോപ്പ് എന്ന് കേട്ടിട്ടില്ലേ? എന്ന് വെച്ചാൽ എന്താ ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാല്? ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ പറ്റൂല്ലേ? ചെയ്യാൻ പറ്റുമോ? എന്താ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും?
വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന ചെലവുകൾ. അത് പേഴ്സണൽ എക്സ്പെൻസ് അല്ലേ? വീട്ടാവശ്യം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ എക്സ്പെൻസ് അല്ലേ? നമുക്കത് ഇൻകം ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള എക്സ്പെൻസ് മാത്രമേ PGB ഇൻകത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കുറക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് കുറക്കാൻ പറ്റുമോ? കുറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ചെയ്യണം. കാരണം എന്താണ്? ഇത് നമ്മൾ കുറക്കാൻ പറ്റാത്ത ഒരു എക്സ്പെൻസ് ഇവിടെ കുറച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഷുഡ് ബി ആഡ് ബാക്ക്. ഒന്നാമത്തെ ആഡ് ബാക്ക് ചെയ്യേണ്ട ഒരു ഐറ്റം കിട്ടിട്ടോ. അടുത്തത് ഇൻകം ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? നമ്മൾ സ്പെസിഫിക്കലി ഡിസലൗഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ലേ മക്കളെ? സ്പെസിഫിക്കലി ഡിസലൗഡ് ആയിട്ടുള്ള സാധനം അല്ലേ? അപ്പൊ അത് എന്ത് ചെയ്യാൻ പറ്റൂല? കുറക്കാൻ പറ്റൂല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് പെയ്ഡും ആഡ് ചെയ്യണം. അപ്പൊ 2 ഐറ്റമായി ആഡ് ബാക്ക് ചെയ്യേണ്ടത്. 1 ഹൗസ് ഹോൾഡ് ആണ്, 2 ഇൻകം ടാക്സ് ആണ്. ഇനി മൂന്നാമത്തെ ഐറ്റം ബിസിനസ് എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ പറ്റൂലേ? ബിസിനസ് എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ പറ്റൂലേ? ഒരു പ്രശ്നമൊന്നുമില്ല. അടുത്തത് ഗിഫ്റ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായത് ഡൊണേഷൻസ്, ഗിഫ്റ്റ്, ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല? ഇൻകം ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റൂല. ഗിഫ്റ്റ് കൊടുത്തൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റൂല. അതെന്ത് ചെയ്യാ? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുക. അപ്പൊ ആഡ് ബാക്ക് ചെയ്യേണ്ട 3 ഐറ്റംസ് കിട്ടി. 1 ഇൻകം ടാക്സ്, 2 ഹൗസ് ഹോൾഡ്, 3 ഗിഫ്റ്റ്. 4 LIC പ്രീമിയം. LIC പ്രീമിയം ക്ലെയിം ചെയ്യാൻ പറ്റുമോ? LIC പ്രീമിയം ക്ലെയിം ചെയ്യാൻ പറ്റുമോ മക്കളെ? ഇല്ല. ഞാൻ പറഞ്ഞാൽ LIC എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടേക്കൺ ഓൺ ലൈഫ് ഓഫ് എ ഇൻഡിവിജ്വൽ അല്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു ഓണറിന്റെയോ സോൾ പ്രൊപ്രൈറ്ററിന്റെയോ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി എടുക്കുന്ന ഇൻഷുറൻസ് ആണ് ലൈഫ് ഇൻഷുറൻസ്. അപ്പോൾ ഇവിടെ വ്യക്തികളുടെ എക്സ്പെൻസ് കിട്ടുമോ ഇൻകം ടാക്സിലെ? അത് ബിസിനസിന് വേണ്ടി എടുക്കുന്ന പ്രീമിയം അല്ല. സാധാരണഗതിയിൽ ബിസിനസിന് വേണ്ടിയിട്ട് വല്ല പ്രീമിയം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഫയർ ഇൻഷുറൻസ് എടുത്തു, ഓക്കെ ഫൈൻ. എന്നാൽ ലൈഫ് ഇൻഷുറൻസ് കിട്ടൂല, LIC പ്രീമിയം കിട്ടൂല. കാരണം എന്താണ്? അത് വ്യക്തികൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ഓക്കെ അല്ലേ? അതെന്ത് ചെയ്യണം? അപ്പോ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അപ്പൊ ആഡ് ബാക്ക് ചെയ്യേണ്ട ഐറ്റംസ് 4 ആയി. ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് കിട്ടൂല, ഇൻകം ടാക്സ് കിട്ടൂല, ഗിഫ്റ്റ് കിട്ടൂല, LIC പ്രീമിയം കിട്ടൂല. ഇനി ബാഡ് ഡെറ്റ് റിസർവ് കിട്ടുമോ? ബാഡ് ഡെറ്റ് റിസർവ് കിട്ടുമോ മക്കളെ? കിട്ടുമോ? കിട്ടൂല. അപ്പൊ അതെന്ത് ചെയ്യണം? Add back ചെയ്യണം. ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ. അപ്പൊ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു നെറ്റ് പ്രോഫിറ്റ് എടുക്കുക. എങ്ങനെ എഴുതിയാൽ മതി? അല്ലെങ്കിൽ ടു നെറ്റ് പ്രോഫിറ്റ് ഒന്നും എടുക്കണ്ട. നമ്മൾ ഒരു ഇന്നർ കോളം ഒരു ഔട്ടർ കോളം വരക്കുക. സ്റ്റാർട്ടിംഗ് പോയിന്റ് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L കൊടുക്കുക. എല്ലാവരും ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L. ഇങ്ങനെ എടുത്താൽ മതി. NP ആസ് പെർ P&L. NP ആസ് പെർ P&L. എത്രയാണ് P&L അക്കൗണ്ട് പ്രകാരം നമ്മുടെ NP എന്ന് പറയുന്നത്? ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 1,11,500. ഇതാണ് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L. 1,11,500. ഇനി ഇതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ട? 4 5 ഐറ്റം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തിരിച്ച് ആഡ് ചെയ്യും. 1 എന്താണ്? ഹൗസ് ഹോൾഡ് എക്സ്പെൻസ്. എനിക്കിവിടെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ട് മൗസ് കൊണ്ട്, അതുകൊണ്ട് ഞാൻ ഫുൾ എഴുതുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എഴുതണേ. ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് ഇവിടെ? ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് എത്രയാണ്? 2,000. വെരി ഗുഡ്. അടുത്ത ഐറ്റം എന്താണ് നമുക്ക് എക്സ്പെൻസിൽ ആഡ് ചെയ്യേണ്ടത്? കാരണം കിട്ടാത്ത ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഇൻകം ടാക്സ് അല്ലേ? ഇൻകം ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇൻകം ടാക്സ് എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. എത്രയാണ് ഇൻകം ടാക്സ് അമൗണ്ട് തന്നിരിക്കുന്നത്? ഇൻകം ടാക്സ് എത്രയാണ് തന്നിരിക്കുന്നത് മക്കളെ? 900. അത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാം. ഇനി എന്താണ്? ബിസിനസ് എക്സ്പെൻസ് കിട്ടും. ഇത് കിട്ടാത്ത വേണമെങ്കിൽ കിട്ടുന്നത് ടിക്ക് ചെയ്ത് തരാം. ടിക്ക് ഇത് കിട്ടും, ഇത് കിട്ടൂല, ഇത് കിട്ടൂല. ബിസിനസ് എക്സ്പെൻസ് കിട്ടും. ഗിഫ്റ്റ് കിട്ടുമോ? ഗിഫ്റ്റ് കിട്ടുമോ മക്കളെ? കിട്ടും. കിട്ടുമോ? ഗിഫ്റ്റ് ക്ലെയിം ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് എന്ത് അല്ല, ചെയ്യാം? കിട്ടൂല. കിട്ടൂല. അവിടെ തിരിച്ച് ആഡ് ചെയ്യണം. 900. അടുത്തത് LIC പ്രീമിയം കിട്ടുമോ? കിട്ടൂല. അപ്പൊ എന്ത് ചെയ്യാ? LIC ആഡ് ചെയ്യാ. LIC എന്നിടുക എമൗണ്ട്. എന്റെ കൂടെ എഴുതുന്നില്ല എല്ലാരും?
നോട്ട് ചെയ്യുന്നില്ല എല്ലാവരും? ആ എൻ്റെ കൂടെ എഴുതണേ. ഈ PDF ഞാൻ അവിടെ റെഫറൻസ് ലിങ്കിൽ കൊടുത്തേക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക? LIC കിട്ടൂല. ബാഡ് ഡെപ്റ്റ് റിസർവ് കിട്ടുമോ? ബാഡ് ഡെപ്റ്റ് റിസർവും കിട്ടൂല. കിട്ടൂല. അതുകൊണ്ട് അത് തിരിച്ച് ആഡ് ചെയ്യാം. ഇന്നൊന്ന് കൂട്ടി ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ. ബാഡ് ഡെപ്റ്റ് റിസർവ് എത്രയാണ്? സോറി, ടോട്ടൽ എമൗണ്ട് ഇത് കൂട്ടിയിട്ട് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എത്രയാണ് നെറ്റ് പ്രോഫിറ്റ് ശരിക്കും ഇൻകം ടാക്സ് പ്രകാരം PGBP ഇൻകം എത്രയാണെന്നൊന്ന് പറഞ്ഞേ. 800 ആഡ് ചെയ്യണം. അതായത് 1,11,500 കൂടെ 2000 ആഡ് ചെയ്യുക, 900 ആഡ് ചെയ്യുക, 900 ആഡ് ചെയ്യുക, 2100 ആഡ് ചെയ്യുക, 800 ആഡ് ചെയ്യുക. എന്നിട്ട് എത്ര ഫിഗർ കിട്ടുന്നതെന്ന് എല്ലാവരും ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. നമുക്ക് 2-3 പ്രോബ്ലം കൂടി ചെയ്യാനുണ്ട്. $6,700. അതെന്ത് ചെയ്യണം? 1,11,500 ആഡ് ബാക്ക് ചെയ്യണം. എന്നിട്ട് ഔട്ടർ കോളത്തിൽ എഴുതണം PGBP ഇൻകം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എത്ര വരും? 1,18,200. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ് 1,18,200. അപ്പൊ ഇവിടെ എഴുതുക 1,18,200. എല്ലാവർക്കും കിട്ടിയോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം. 6,700 ആണ് കേട്ടോ ഇതിന്റെ അഗ്രിഗേറ്റ് എമൗണ്ട്. ഇതെല്ലാം ആഡ് ചെയ്താൽ അതായത് 2,000, 900, 900, 2,100, 800 ആഡ് ചെയ്താൽ 6,700 ആണ് കിട്ടുക. ഇത് ഇന്നർ കോളത്തിൽ എഴുതുക. ഔട്ടർ കോളത്തിൽ 1,18,200 എന്ന് എഴുതുക. അപ്പൊ അതിന്റെ പേരെന്തായിരിക്കും? PGBP ഇൻകം. അപ്പൊ ഇൻകം ഫ്രം ബിസിനസ് എന്ന് എഴുതാം, PGBP ഇൻകം എന്ന് എഴുതാം. ഓക്കെ ആണ് എല്ലാവരും? ഈ ക്വസ്റ്റ്യനിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോട്ടെ. ഒരു ആൻസർ കിട്ടിയത് നമ്മൾ ശരിയാന്ന് നോക്കാം. ഇൻകം ഫ്രം ബിസിനസ് ഈക്വൽ ടു 1,18,200. അപ്പൊ നമ്മൾ ചെയ്ത ശരിയാണ്. അടുത്തത് ഇല്ലുസ്ട്രേഷൻ നമ്പർ 6 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇല്ലുസ്ട്രേഷൻ നമ്പർ 6. വായിക്കാം. ഓരോ ഐറ്റം കണ്ടാൽ നിങ്ങൾ പറഞ്ഞു തരണം. എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരണം കേട്ടോ. ഇത് കിട്ടുമോ ഇല്ലേ എന്നുള്ളതൊക്കെ നിങ്ങളാ ക്ലാസ് എടുക്കും. The following is the profit and loss account of Mr. Raja. You are required to compute for the income from business from the following details. Okay. ഒന്നാമത്തേത് ആദ്യം ക്രെഡിറ്റ് സൈഡ് നോക്കാം. ഒന്നാമത് ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ടാവും. അതിലേക്ക് വരികയാണ് ചെയ്യുക. അപ്പം ഗ്രോസ് പ്രോഫിറ്റ് ഒന്നും ചെയ്യണ്ട. അടുത്ത് ഇവിടെ ഇൻകത്തിന്റെ സൈഡിൽ ഡിവിഡൻഡ് തന്നിട്ടുണ്ട്. ഈ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ശരിക്കും PGBP ഇൻകം ആണോ? അല്ല. അത് എന്ത് ഇൻകം ആണ് അപ്പോ? ഡിവിഡൻഡ് റിസീവ്ഡ് ഈക്വൽ ടു IFOS ഇൻകം ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? IFOS ഇൻകം ആണ്. അപ്പൊ അതെന്ത് ചെയ്യണം? തിരിച്ച് ലെസ് ചെയ്യണം. കാരണം എന്താണ്? ഇത് PGBP ഇൻകം അല്ല. അപ്പൊ അത് ലെസ് ചെയ്യണം. അത് അവിടെ ഓർമ്മിച്ചോ, ലാസ്റ്റ് നമുക്ക് ലെസ് ചെയ്യാം. ഓക്കെ. ഇനി രണ്ടാമത്തെ ഒരു സാധനം റെന്റ് ഫ്രം പ്രോപ്പർട്ടി. ഇത് എന്ത് ഇൻകം ആണ്? പ്രോപ്പർട്ടി ഇൻകം എന്ത് ഇൻകം ആണ്? PGBP ഇൻകം ആണോ? അല്ല. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടി ആണ്. അതും എന്ത് ചെയ്യണം? നമ്മൾ ലെസ് ചെയ്യണം. അപ്പോൾ ലെസ് ചെയ്യേണ്ട ഫിഗർ 2 ആയി അല്ലേ? ഇവിടെ ഇൻകത്തിന്റെ സൈഡിൽ ലെസ് ചെയ്യേണ്ട ഫിഗർ 2 ആയി. ഇത് രണ്ട് PGBP ഇൻകം അല്ലാത്തതുകൊണ്ട് അത് ലെസ് ചെയ്യണം. എന്നാലേ നമുക്ക് PGBP ഇൻകം കിട്ടുള്ളൂ. 4,800 ലെസ് ചെയ്യണം.
അതുപോലെ തന്നെ 10,800 ലെസ് ചെയ്യണം കേട്ടോ. അത് ആദ്യം ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ ഇൻകത്തിൻ്റെ സൈഡ് ക്ലിയർ ആയി. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ സാധനങ്ങൾ കിട്ടും ഏതൊക്കെ സാധനങ്ങൾ കിട്ടൂല എന്ന് നോക്കാം. ഇത് ചെയ്യേണ്ടതൊക്കെ ആഡ് ബാക്ക് ആയിരിക്കും. കിട്ടാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ആഡ് ബാക്ക് ആണ് ചെയ്യേണ്ടത്. സാലറീസ് ആൻഡ് വേജസ്. വേഗം പറ. അത് കിട്ടും. ആഡ് ചെയ്യണം. കിട്ടും, ടിക്കറ്റ്. അടുത്ത റെന്റ് റേറ്റ് ആൻഡ് ടാക്സ് കിട്ടും അല്ലേ, കുഴപ്പമൊന്നുമില്ല. ആ അടുത്ത ട്രേഡ് എക്സ്പെൻസ് കിട്ടൂലേ, ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് ആണ്, അപ്പോൾ ഒബിയസ്ലി കിട്ടും. 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 അഡ്വർടൈസ്മെന്റ് കിട്ടും. പ്രശ്നമൊന്നുമില്ല. എന്നാൽ കിട്ടും. അഡ്വർടൈസ്മെന്റ് ഇൻ പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിൽ കിട്ടൂലേ കേട്ടോ. അഡ്വർടൈസ്മെന്റ് ഇൻ പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിൽ കിട്ടൂലേ, ശ്രദ്ധിക്കണേ. അടുത്തത് ഫയർ ഇൻഷുറൻസ് പ്രീമിയം ഹൗസ്, ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ഹൗസ് കിട്ടുമോ ഇല്ലേ? കിട്ടൂല. കിട്ടൂല. അപ്പൊ അത് ടിക്കറ്റ് എന്ത് ചെയ്യാ, തെറ്റിടാം, കിട്ടൂല. അതുകൊണ്ട് എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഒന്നാമത്തെ ഫിഗർ ഡിസ്കൗണ്ട് നമ്മൾ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് കിട്ടും, കുഴപ്പമൊന്നുമില്ല. കിട്ടും, ഒരു പ്രശ്നമില്ല. പോസ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സ്പീഡ് പോസ്റ്റ് അയക്കും, അല്ലെങ്കിൽ സാധാരണ പോസ്റ്റ് അയക്കും അല്ലേ, അപ്പോൾ സ്റ്റാമ്പിനൊക്കെ ചിലവുണ്ടാവും. സ്പീഡ് പോസ്റ്റിന് അയക്കുമ്പോൾ ഒരു ചാർജ് ഉണ്ടാവും, അതിനാണ് പോസ്റ്റേജ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതും ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ടായിട്ട് ക്ലെയിം ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഡൊണേഷൻസ് കിട്ടുമോ? ഡൊണേഷൻസ് കിട്ടൂല. അത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഡൊണേഷൻസ് കിട്ടൂല, ഗിഫ്റ്റ് കിട്ടൂല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇൻകം ടാക്സ് കിട്ടുമോ? ഇല്ല, തിരിച്ച് ലെസ് ചെയ്യണം, ആഡ് ചെയ്യണം. ലോസ് ഓഫ് സ്റ്റോക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെന്താണ്, റിപ്പയേഴ്സ് ഹൗസ് പ്രോപ്പർട്ടി കിട്ടുമോ? ഇല്ല, കാരണം ഹൗസ് പ്രോപ്പർട്ടി പേഴ്സണൽ എക്സ്പെൻസ് ആണ്, കിട്ടൂല. തിരിച്ച് ലെസ് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഓഡിറ്റ് ഫീ എന്ന് പറഞ്ഞാൽ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് കൊടുക്കുന്ന ഫീനാണ് ഓഡിറ്റ് ഫീ എന്ന് പറയുന്നത്, നമ്മളെ കിട്ടും. അതൊരു ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് ആണ്. ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് കിട്ടുമോ? അപ്പൊ എന്ത് ചെയ്യണം, തെറ്റിടാം. ഇനി ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം കിട്ടുമോ? കിട്ടൂല. അത് തെറ്റിടണം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടുമോ? അത് കിട്ടൂല കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്ലെയിം ചെയ്യാൻ പറ്റൂല കേട്ടോ. അപ്പൊ ഇനി എന്തൊക്കെയാണ് നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താണ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L. എല്ലാവരും എൻ്റെ കൂടെ ചെയ്യണേ. നെറ്റ് പി ആസ് പെർ P&L. എത്രയാ P&L തന്നിരിക്കുന്നത്? നെറ്റ് പ്രോഫിറ്റ് ഇവിടെ 47,550 എന്ന് തന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ ആഡ് ബാക്ക് ചെയ്യേണ്ട ഐറ്റംസ് നമ്മളിവിടെ ഓൾറെഡി ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്താൽ മതി, ആഡ് ബാക്ക് ചെയ്താൽ മതി. അതൊന്ന് 2 ഇൻകം കുറയ്ക്കുകയും വേണം കേട്ടോ. IFRS ഇൻകവും HP ഇൻകവും നമ്മൾ കുറയ്ക്കുകയും വേണം, എന്നാലേ നമുക്ക് PGBP ഇൻകം കിട്ടത്തുള്ളൂ. ഒന്ന്, എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? ഇവിടെ തെറ്റിട്ട് വെച്ചാൽ ആദ്യം നോക്കിയാൽ മതി. ഫയർ ഇൻഷുറൻസ് പ്രീമിയം ഹൗസ് കിട്ടൂലല്ലോ, അത് എത്ര എമൗണ്ട്? 600. അടുത്തത് ഡൊണേഷൻസ് കിട്ടുമോ? കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, 2000. ഇൻകം ടാക്സ് കിട്ടൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോസ് ഓഫ് സ്റ്റോക്ക് കിട്ടും. റിപ്പയേഴ്സ് ഹൗസ് കിട്ടൂല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, 1000. ഓഡിറ്റ് ഫീ കിട്ടും. ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് കിട്ടൂല, 7,000. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം കിട്ടൂല, തിരിച്ച് ആഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടൂല, 400. ഇത്ര ഐറ്റം ആഡ് ചെയ്തിട്ട് അതിൽ നിന്നും 2 സാധനം കുറയ്ക്കുകയും വേണം. ഹൗസ് പ്രോപ്പർട്ടിയും IFRSും കുറക്കുക. ലെസ് അതർ ഇൻകം. എന്തൊക്കെയാണ് കുറയ്ക്കേണ്ടത്? 4,800 കുറക്കുക. അതുപോലെ തന്നെ 10,800 കുറക്കുക. കാരണം എന്തുകൊണ്ട് ഇത് കുറക്കാൻ കാരണം, ഇത് PGBP ഇൻകം അല്ല, അത് IFRS ഇൻകം ആണ്. അപ്പോൾ PGBP ഇൻകം കാണുമ്പോൾ PGBP ഇൻകം മാത്രം എടുത്താൽ മതി. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്തൊന്ന് പെട്ടെന്ന് പറഞ്ഞാട്ടെ. $3,000
550. എല്ലാവർക്കും കിട്ടിയോ 53,550? കറക്റ്റ് ആൻസർ ആണ്. 53,550 എന്നുള്ളത് കറക്റ്റ് ആൻസർ ആണ്. എല്ലാവർക്കും കിട്ടിയോ? അനുശ്രീക്ക് കിട്ടി, അഭിമന്യുവിന് കിട്ടി. 53,150 കിട്ടിയോ? 53,550 കിട്ടിയോ? Yes. ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ മൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ ആൻസർ നോക്കാം. കറക്റ്റ് ആണ്. 53,550 നമ്മൾ ചെയ്ത കറക്റ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. Okay. Question: the following is the P&L account of Mr. Varghese Abraham, a sole trader. You are required to compute the income from business as well as the total income for the assessment year 24-25. Okay. ഒന്നാമത്തത് ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 71,800, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തത് ഡിവിഡൻഡ്. ഡിവിഡൻഡ് എന്തെങ്കിലുമാണ്? IFOS. നമ്മൾ എന്ത് ചെയ്യണം? അത് വെരി ഗുഡ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ബാഡ് ഡെറ്റ് റിക്കവേർഡ് എന്ത് ചെയ്യണം? ബാഡ് ഡെറ്റ് റിക്കവേർഡ് ലെസ് ചെയ്യണം. അത് ടാക്സബിൾ ഇൻകം തന്നെയാണ്. വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. നെക്സ്റ്റ് റെന്റ് ഫ്രം പ്രോപ്പർട്ടി എന്ത് ഇൻകം ആണ്? ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടി ആണ്. ലെസ് ചെയ്യണം. ഇവിടെ ലെസ് ചെയ്യേണ്ടത് 1 5,200, 2 റെന്റ് ഫ്രം പ്രോപ്പർട്ടി. ഇത് രണ്ടും നമ്മൾ ലെസ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ഏതൊക്കെ കിട്ടും കിട്ടില്ല എന്ന് പറയണേ. സാലറി ആൻഡ് വേജസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ലേ? പറ്റും. ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. റെന്റ് റേറ്റ് ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. അഡ്വർടൈസ്മെന്റ് കിട്ടുമോ? കിട്ടും. ആ അഡ്വർടൈസ്മെന്റ് കിട്ടുമോ? ആ കിട്ടും, കുഴപ്പമൊന്നുമില്ല. ഫയർ ഇൻഷുറൻസ് പ്രീമിയം കിട്ടും. കിട്ടും. ഫയർ ഇൻഷുറൻസ് ഹൗസ് ഹോൾഡിനാണെങ്കിൽ മാത്രമേ കിട്ടാത്തുള്ളൂ. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇത് ബിസിനസിന് വേണ്ടി എടുത്തതാണെന്ന് കേട്ടോ. ഫയർ ഇൻഷുറൻസ് ഹൗസ് ഹോൾഡിന് സ്പെസിഫിക്കലി പറഞ്ഞാലാണ് പ്രശ്നമുള്ളൂ. ഡിസ്കൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. പോസ്റ്റേജ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. ഡൊണേഷൻസ് കിട്ടുമോ? ഇല്ല. ഈ ഡൊണേഷന്റെ എന്തോ ഒരു സെക്ഷൻ എന്തോ അല്ലേ സാറേ? അത് വേറെ പഠിക്കാണ്ട്. ചാപ്റ്റർ 6 എന്ന് പറയുന്ന സെക്ഷനിൽ 80Gയിൽ നിന്നിട്ട് ഡൊണേഷൻസ് എന്ന് പറയുന്നത് അത് നിങ്ങൾ വേറെ പഠിക്കും. അത് ഇതും ബന്ധമില്ല. അത് വേറെ നമ്മൾ ഒരു ഇൻകം ടാക്സിൽ ഒരു വ്യക്തി കൊടുക്കുന്ന ഡൊണേഷന് ഡിഡക്ഷൻ കിട്ടും എന്ന് പറയുന്നത്. അത് 80Gയിൽ ഇപ്പൊ നമ്മൾ പ്രൈം മിനിസ്റ്റർ റിലീഫ് ഫണ്ട്, ദേശീയ ദുരന്ത നിവാരണ ഫണ്ട്, നമ്മൾ വയനാട്ടിൽ ഇപ്പോൾ ദുരന്തം ഉണ്ടായില്ലേ, PMDRF, പ്രൈം മിനിസ്റ്റർ ഡ്രോട്ട് റിലീഫ് ഫണ്ട്, അത്തരത്തിൽ കൊടുക്കുന്ന ഡൊണേഷൻസിനാണ് എക്സംഷൻ എന്നുള്ളത്. അത് വ്യക്തികൾക്കാണ്, അല്ലെങ്കിൽ കമ്പനികൾക്കും ഉണ്ട്. പക്ഷെ അതെന്താണ് സ്പെസിഫിക്കലി പറഞ്ഞ ഡൊണേഷൻസ് ആണ്. ക്ലിയർ ആണോ? ഇത് നമ്മൾ നാട്ടിലൊക്കെ സാധാരണ കാണുന്ന പരിപാടികൾക്കൊക്കെ പിരിവിന് വരൂലേ, ആ ഡൊണേഷൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് ചാരിറ്റി കിട്ടുമോ? ചാരിറ്റി കിട്ടൂല കേട്ടോ. നോർമൽ ചാരിറ്റി കിട്ടൂല. ഇൻകം ടാക്സ് കിട്ടുമോ? കിട്ടൂല. ഇല്ല. കിട്ടൂല.
ഇനി പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊടുത്ത അത് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസിന്റെ ഭാഗമാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഓക്കെ, ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. റിപ്പയേഴ്സ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അത്രയും ആയിട്ടാണ്. ഓഡിറ്റ് ഫീ കൂടെ ഉണ്ട്, ഓഡിറ്റ് ഫീ അത് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ് നെറ്റ് പ്രോഫിറ്റ് തന്നിരിക്കുന്നത്? 65,700. 65,700 ആണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 2 ഇൻകം ലെസ് ചെയ്യണം. ഹൗസ് പ്രോപ്പർട്ടിയും IFRS ലെസ് ചെയ്യണം. എത്രയാണ് ഹൗസ് പ്രോപ്പർട്ടിയും IFRSും? 1000 ലെസ് ചെയ്യുക, ഹൗസ് പ്രോപ്പർട്ടി ആണ്. അതുപോലെ തന്നെ ഡിവിഡൻഡ് 5,200 ആണ്. സോറി, ലെസ് അല്ല ഓക്കെ, ലെസ് ചെയ്യുക. കാരണം എന്താണ്, അത് PGBP ഇൻകം അല്ല. ഇനി എന്ത് ചെയ്യണം? നമ്മളിപ്പോഴേ ടിക്ക് ചെയ്ത് വെച്ച തെറ്റിട്ട് വെച്ച സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് ലെസ് ചെയ്യണം. അതായത് ഇൻകം ടാക്സിൽ അനുവദിക്കാത്ത എക്സ്പെൻസുകൾ, അതിനെന്താ പറയാ? ഡിസ്അലൗഡ് എക്സ്പെൻസ് എന്നാണ് പറയാ കേട്ടോ. ഡിസ്അലൗഡ് എക്സ്പെൻസുകൾ, ഡിസ്അലൗഡ് എക്സ്പെൻസ് എന്നാണ് അതിന് പറയാ. ഒന്ന് ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനില്? 1,400 തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുക, പ്ലസ് ചെയ്യേണ്ടതാണ്. പിന്നെ ഡൊണേഷൻസ് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് ഡൊണേഷൻസ് തന്നിരിക്കുന്നത്? 800. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത് ചാരിറ്റി 750. ഇത് മൂന്നും തിരിച്ച് ആഡ് ബാക്ക് ചെയ്യേണ്ടതാണ്. അപ്പോ 65,700 നിന്നും 1000 മൈനസ് ചെയ്യുക, 5,200 മൈനസ് ചെയ്യുക, അതിന്റെ കൂടെ 1,400 ആഡ് ചെയ്യുക, 800 ആഡ് ചെയ്യുക, 750 ആഡ് ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ എത്രയാണ് PGBP ഇൻകം എന്ന്? എല്ലാരും ഒന്ന് പറഞ്ഞേ. 62,450. കറക്റ്റ് ആൻസർ ആണ് 62,450. 62,450. എല്ലാരും പക്കയായില്ലേ? ഓക്കെ ആയില്ലേ? PGBP ഇൻകം ഓക്കെ ആയില്ലേ? ഇത് നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതില് ആ ബാഡ് ഡെപ്റ്റ്സ് റിക്കവേർഡ് നമ്മള് പരിഗണിക്കാനുള്ള റീസൺ എന്താ? ഒന്നും ചെയ്യണ്ട, കാരണം ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് എന്ന് പറയുന്നത് ഓൾറെഡി ടാക്സബിൾ ഇൻകം ആണ്. ഒന്നും ചെയ്യണ്ട, കാരണം നമുക്ക് IFRS അതായത് PGBP അല്ലാത്തൊരു ഇൻകം വരുമ്പോഴാണ് ഇത് ലെസ് ചെയ്യേണ്ടത്. കാരണം എന്താ, PGBP ഇൻകം എടുക്കുമ്പോൾ അത് മാത്രമേ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടുള്ളൂ. മറ്റുള്ള ഇൻകം എന്ത് ചെയ്യാൻ പാടില്ല, എടുക്കാൻ പാടില്ല. ക്ലിയർ ആണോ? ആയിക്കട്ടെ. നിങ്ങളിത് എൻ്റെ കൂടെ വർക്കിംഗ് ചെയ്യുന്നില്ലേ? വർക്കിംഗ് ആയിട്ട് ചെയ്യുന്നില്ലേ നിങ്ങൾ എൻ്റെ കൂടെ? നോട്ടും പെന്നും എപ്പോഴും വേണം കേട്ടോ. ഈ PDF ഞാൻ റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് ആ ഷെയർ ഫോൾഡറിന്റെ ലിങ്ക് CRO തരുന്നില്ലേ? മീൻസ് അവിടുത്തെ സ്റ്റാഫുകൾ തരുന്നില്ലേ? ഒരു ഷെയർ ഫോൾഡറിന്റെ ലിങ്ക് തന്നിട്ടില്ലേ നിങ്ങൾക്ക്? ഇൻകം ടാക്സിന്റെ ഒക്കെ PPT ഒക്കെ അതിൽ കാണാൻ പറ്റുന്നില്ലേ? ഹലോ, എല്ലാവർക്കും കിട്ടുന്നുണ്ട് അല്ലേ? യെസ്, ഫൈൻ. അപ്പോൾ PPTന്റെ ലിങ്ക് ഒക്കെ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിലെ ഒരു റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ PDF അവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒന്നുകൂടെ വർക്കൗട്ട് ചെയ്യാനോ കാര്യത്തിനോ വേണമെങ്കിൽ ഞാൻ ഇത് നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഡൗട്ടോ കാര്യം കണ്ട് ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ സെഷനിൽ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തതുണ്ടോ? നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്താലോ? എന്നാൽ ആള് കുറഞ്ഞോ? 9 ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, ഫൈൻ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ലേ? ഇൻകം ടാക്സ് എങ്ങനെയുണ്ട്? ടഫാണോ ഇതാ അവസ്ഥ? അപ്പോൾ നമ്മൾ 5 ഹെഡ്സ് ഓഫ് ഇൻകവും ഓൾറെഡി എടുത്തു.
ഇനി ചാപ്റ്റർ 6 ടോട്ടലിംഗ് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞു. ഒരു ക്ലാസ്സോടെ നമ്മൾ എന്ത് ചെയ്തു? ഇൻകം ടാക്സ് വൈൻഡ് അപ്പ് ചെയ്യും. ഇതുവരെ എടുത്ത കാര്യങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ആ 5 മോക്ക് ടെസ്റ്റ് ഓക്കെ. ഇനിയും ബാക്കി 5 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. അത് നിങ്ങൾക്ക് വീക്ക്ലി ആയിട്ട് അവരിടും കേട്ടോ. വീക്ക്ലി ടെസ്റ്റിലിടും. PGBPന്റെ ബാക്കിയുള്ള 5 ക്വസ്റ്റ്യൻസ് വീക്ക്ലി ടെസ്റ്റിലും തരും. ഓക്കെ. സാറേ ഇങ്ങനെ എക്സാമിന് ഈ ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ആയിട്ട് ചോദിക്കുമ്പോ പ്രോബ്ലംസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോ ഇതിന്റെ ആൻസേഴ്സ് ഇങ്ങനെ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ടാവോ? ഉണ്ടാവും. നിങ്ങൾക്ക് MCQ ക്വസ്റ്റ്യൻസ് മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് 75 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റ്സ്. ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കിയ 4 മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ 1 മാർക്ക് നെഗറ്റീവ്. ഇങ്ങനെയാണ് നിങ്ങളുടെ വലിയ സ്ട്രക്ചർ. ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കോ? എങ്ങനെ? ഇത് ഇത്ര വലുതുണ്ടാവില്ല. ഇല്ല. ഇത് ഞാൻ നിങ്ങൾക്ക് മാക്സിമം വരുന്ന വലുത്. അപ്പൊ നിങ്ങൾക്ക് ആഡ് ചെയ്യാനോ 1-2 ഐറ്റമുള്ള ആഡ് ചെയ്യാനുള്ള 2-3 ഐറ്റമുള്ള ആഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ മാത്രമേ തരുള്ളൂ. അത് മാത്രമല്ല ആഡ് ചെയ്യാനുള്ള ഫിഗർ ഒക്കെ സിമ്പിൾ ആയിരിക്കും. ഇപ്പൊ 10,000 15,000 അങ്ങനെയുള്ള ഫിഗർ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതേ തരുള്ളൂ. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിവൈഡും ഡിവിഷനും അങ്ങനത്തെ തരൂല. കാരണം നമുക്ക് സമയം ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് 80 സെക്കൻഡേ ഉള്ളൂ. സോ അതുകൊണ്ട് അതും പേടിക്കാനില്ല. പക്ഷെ ഇങ്ങനെ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇത്രയും PGBP ഇൻകം എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഡിസലോഡ് എക്സ്പെൻസ് എന്താണ്, അലോഡ് എക്സ്പെൻസ് എന്താണ്, ഡിപ്രീസിയേഷൻ അധികവും ചോദിക്കാം. ഡിപ്രീസിയേഷൻ പുട്ട് യൂസ് ഒക്കെ തന്നിട്ട് വേണമെങ്കിൽ ചോദിക്കാം. 6 മന്ത് മാത്രം കൊടുക്കുന്ന കേസ് വരാം. കാരണം അവിടെ നിങ്ങൾ ഡേറ്റ് ഓഫ് പർച്ചേസ് തന്നിട്ടുണ്ടാവും. നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ് ഓഫ് പർച്ചേസും തരും, ഡേറ്റ് ഓഫ് പുട്ട് യൂസും തരും. അപ്പോൾ നമ്മൾ അറിയാതെ ഡേറ്റ് ഓഫ് പർച്ചേസ് വെച്ചിട്ട് ഹാഫ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൻസർ തെറ്റും. അപ്പോൾ ഡേറ്റ് ഓഫ് പുട്ട് യൂസ് തന്നെ ചെയ്യേണ്ടി വരും. WDV എടുക്കേണ്ടത് ചോദിക്കാം. ഡിപ്രീസിയേഷന്റെ റേറ്റ് ചിലപ്പോൾ ചോദിക്കാം, പറയാൻ പറ്റില്ല. ആ ഡിപ്രീസിയേഷൻ റേറ്റ് ഒന്ന് കാണാപ്പാടം പഠിച്ചോ, ബൈഹാർട്ട് ചെയ്തോട്ടോ, കുഴപ്പമൊന്നുമില്ല. ഫോർമാറ്റ് എന്തായാലും പഠിക്കണം കേട്ടോ. ഫോർമാറ്റ് മസ്റ്റ് ആയിട്ട് പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഇപ്പോൾ ഇത്രയും ഐറ്റം ഒന്നും ഉണ്ടാവില്ല. 10 ഐറ്റം 15 ഐറ്റം ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു 3-4 ഐറ്റം തന്നിട്ട് ജസ്റ്റ് PGBP ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനോ അങ്ങനെ തരുള്ളൂ. നെറ്റ് എക്സാമിനും അങ്ങനെ തന്നെ ചോദിക്കാറ്. ഇത് ഒരുപാട് ഐറ്റംസ് ഇതുപോലെ ചോദിക്കില്ല. കാരണം നെറ്റ് എക്സാം ഇതേപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്, CBT ആണ്. ഇതേപോലെ MCQ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പക്ഷെ നെറ്റ് എക്സാമിന് 5 ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ ഇതേ മെറ്റീരിയൽ വെച്ച് അത് നിങ്ങൾ പറയാൻ വിട്ടുപോയി കേട്ടോ. ഇതേ മെറ്റീരിയൽ വെച്ചിട്ട് നിങ്ങൾക്ക് നെറ്റ് എക്സാമിന് അപ്പിയർ ചെയ്യാം കേട്ടോ. ഇത് 2 വർഷം 1 വർഷം കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് എവിടെയെങ്കിലും നിങ്ങളുടെ മെയിലിലോ ഫോൾഡറിലോ എവിടെ വേണേൽ സേവ് ചെയ്ത് വെച്ചോ, ഡ്രൈവിലായിട്ട് ഇട്ട് വെച്ചോ. അപ്പൊ പിന്നെ നഷ്ടപ്പെട്ടു പോകില്ലല്ലോ. ഡ്രൈവിലായിട്ട് ഇട്ട് വെച്ചോ. നിങ്ങൾക്ക് 2 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ MCOMന് അല്ലെങ്കിൽ എന്തെങ്കിലും PG ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് വർഷം ഇതേ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നെറ്റ് എക്സാം എഴുതാൻ പറ്റും. ഒരു മാറ്റവും ഇല്ലാതെ. കാരണം നെറ്റ് എക്സാമിനും ഇതേ ഓൾമോസ്റ്റ് സെയിം സിലബസ് ആണ്. ഇൻകം ടാക്സ് ഒക്കെ സെയിം സിലബസ് ആണ്, വേറെ വ്യത്യാസമില്ല. അപ്പൊ ഈ സാധനം തന്നെ എന്ത് ചെയ്യുക, ഡ്രൈവിലിട്ട് വെച്ചേക്കുക. ഡ്രൈവിൽ നിന്ന് എന്ത് ചെയ്യുക, അന്ന് ഈ മെറ്റീരിയൽ വെച്ച് പഠിക്കുക. PPTയും മോക്ക് ടെസ്റ്റും എല്ലാം. പിന്നെ PYQ ചെയ്യേണ്ട ഒരു പണി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് പഠിച്ചാൽ നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഗുണങ്ങളാണ് ശരിക്കും ഉള്ളത്. 1, CUT PG ക്ലിയർ ചെയ്യാം. 2, നിങ്ങൾ ഏതൊക്കെ ജോലി സ്ഥലത്ത് പോവുകയാണെങ്കിൽ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് ഈ പല ക്വസ്റ്റ്യൻസും. ഈ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പലതും ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ ഉദാഹരണം ഞാൻ പറഞ്ഞു, ഇന്നത്തെ റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഡിഫറൻസ് എന്താണ്, കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ എന്താണ്, പ്രൂഡൻസ് പ്രിൻസിപ്പിൾ എന്താണ്. സോ ഇത്തരത്തിലുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുക. നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോകും, എന്നാലേ ഇന്റർവ്യൂവർ ചോദിക്കുക എപ്പോഴും നിങ്ങൾക്ക് ബേസ് ഉണ്ടാവുമോ എന്ന് ആലോചിക്കുക. അപ്പോൾ 1, CUT നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. 2, ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ്. 3, ഈ മെറ്റീരിയൽ സൂക്ഷിച്ചു വെച്ചാൽ ഡ്രൈവിലോ മറ്റോ സൂക്ഷിച്ചു വെച്ചാൽ നെറ്റ് എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. അങ്ങനെ 3 ബെനിഫിറ്റ് ആണ് ഈ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. നിങ്ങൾ ശരിക്കും പഠിക്കുകയാണെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ, വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ 3 ബെനിഫിറ്റ് ആണുള്ളത്. എങ്ങനെയായാലും നിങ്ങൾക്ക് ലാഭം തന്നെ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കുക. PPT ഒക്കെ ഒന്നുകൂടി വീണ്ടും റിവൈസ് ചെയ്ത് നോക്കുക. മാക്സിമം PYQ ചെയ്യുക. കാരണം ഒരു വ്യക്തിയുടെ കോൺഫിഡൻസ് എപ്പോൾ കൂടുക, നമ്മൾ എത്ര പ്രാവശ്യം എന്ത് ചെയ്യുന്നു ആ സാധനം ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നോക്കുന്നതിന് അനുസരിച്ചാണ് നമ്മളെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുക, അല്ലേ?
മുഹമ്മദ് അലി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ, ഒരു കിക്ക് നമ്മൾ 10,000 ടൈം പ്രാക്ടീസ് ചെയ്യുന്ന ആളെയാണ് എനിക്ക് പേടിയെന്നാ പറഞ്ഞത്. എന്ന് വെച്ചാൽ അത്രയും പ്രാവശ്യം നമ്മൾ ഒരു സാധനം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒബിയസ്ലി നമ്മുടെ നോളജ് ലെവൽ എന്ന് പറയുന്നത് കൂടും. അപ്പൊ മാക്സിമം ടൈം എന്ത് ചെയ്യുക, ബ്രൂസിലല്ലേ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. എന്താ ബ്രൂസിലല്ലേ പറഞ്ഞു? ബ്രൂസ്ലി ആയിരുന്നു പറഞ്ഞത്, സോറി, ബ്രൂസ്ലി ആണ്, കറക്റ്റ് ആണ്. അപ്പൊ സാറേ നെറ്റ് എക്സാം എഴുതണമെങ്കിൽ നമുക്ക് PG ലാസ്റ്റ് വർഷം എഴുതാൻ പറ്റും, ലാസ്റ്റ് വർഷം എഴുതാം. M.Com ഫൈനൽ സെമ്മിൽ എഴുതാം, കുഴപ്പമില്ല. ഫോർത്ത് സെമ്മിൽ എഴുതാൻ പറ്റും, അപ്പോഴേ എഴുതി തുടങ്ങാം, നോ പ്രോബ്ലം. എന്ന് വെച്ചാൽ 1.5 വർഷത്തിന് ശേഷം, അത് അധികം ദൂരമൊന്നുമല്ല. ഓക്കെ, അപ്പൊ ഇന്ന് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇൻകം ടാക്സ് നിങ്ങൾക്ക് ഇപ്പോൾ 5 ഹെഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള 5 ഹെഡ്സ് എടുത്തിട്ടുണ്ട്. ചാപ്റ്റർ 6 മാത്രമേ എടുക്കാൻ ബാക്കിയുള്ളൂ. ഏതെങ്കിലും ഒരു ഹെഡ് നിങ്ങൾക്ക് ഭയങ്കര ടഫായിട്ട് തോന്നിയോ? ഏതെങ്കിലും ഹെഡ് ഓഫ് ഇൻകം? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അതിൽ കുറച്ച് സെക്ഷനും കാര്യങ്ങളൊക്കെ പഠിക്കാനല്ലേ? കുറച്ചുണ്ട്, പക്ഷെ അത് ഭയങ്കര ഈസി ചാപ്റ്റർ ആണ്. അതില് ഒന്നുമില്ല. നമ്മളെ ഫെയർ റെന്റും സ്റ്റാൻഡേർഡ് റെന്റ് കമ്പയർ ചെയ്യുന്ന ആ ഒരു ഫോർമാറ്റ് കാര്യം തന്നെ അതിൽ മെയിൻ ആയിട്ടുള്ളൂ. ഒറ്റ ഫോർമാറ്റ് മാത്രമേ പഠിക്കാനുള്ളൂ അതിൽ മെയിൻ ആയിട്ട്, വേറെ ഒന്നുമില്ല കാര്യം. ഏറ്റവും ഈസിയാണ് ശരിക്കും ഹൗസ് പ്രോപ്പർട്ടി. പിന്നെയും കുറച്ചുകൂടെ ടഫ് പഠിക്കാനുള്ളതൊക്കെ ക്യാപിറ്റൽ ഗെയിൻ ആണ്. ചിലർക്ക് അത് പറയുന്നത് കേൾക്കാറ്. കാരണം ക്യാപിറ്റൽ ഗെയിൻ ഒരുപാട് സെക്ഷൻ ഉണ്ട്, കുറച്ചധികം വലിയ വാസ്റ്റ് സിലബസ് ആണ്. ഹൗസ് പ്രോപ്പർട്ടി ഒക്കെ ചെറിയ കുഞ്ഞു സബ്ജക്റ്റാണ്, ചെറിയ ആകെ 3-4 പേജേ ഉള്ളൂ. അതിന്റെ PDF എടുത്താലും നിങ്ങൾ എന്തെടുത്ത് നോക്കിയാലും ഹൗസ് പ്രോപ്പർട്ടി 5 മിനിറ്റ് കൊണ്ട് വായിക്കാൻ പറ്റുന്ന സാധനം മെറ്റീരിയലേ ഉള്ളൂ. അല്ല, അതില് സെക്ഷൻ 54A, B, C, D എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ കുറെ സെക്ഷൻ ഉണ്ടല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. ഹൗസ് പ്രോപ്പർട്ടിയിൽ ശരിക്കും മെയിൻ ആയിട്ടുള്ള സെക്ഷൻസ് 24 സെക്ഷൻസ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോണ്, അതുപോലെ തന്നെ പ്രീ അക്വസിഷൻ ഇൻട്രസ്റ്റ്, 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, അതൊക്കെ ഓർമ്മിക്കണം. ആ ഫോർമാറ്റ് കാണാൻ പഠിക്കണം. ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ അതിൽ GAV കാണുന്നത്, ഗ്രോസ് ആനുവൽ വാല്യൂ കാണുന്ന ഈക്വേഷൻ, ഫെയർ റെന്റും ഇതൊക്കെ കമ്പയർ ചെയ്തിട്ട് നമ്മളെ ഒരു ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ കമ്പയർ ചെയ്തിട്ട് പഠിക്കുന്നതും ഓർമ്മിക്കണം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ 5 ഹെഡ്സിൽ ഇനി ഒറ്റൊരു ക്ലാസ് കൂടുതൽ നാളത്തോടെ നമ്മുടെ ടാക്സ് പരമാവധി തീർക്കാൻ നോക്കാം. ചാപ്റ്റർ 6 എഡിഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് എടുക്കുന്നത്. അതിന്റെ ക്ലബിങ് സെറ്റ് ഓഫ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. PPT ആയിട്ട് കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല, അതിന്റെ കൂടെ അങ്ങ് പറയും കേട്ടോ. നിങ്ങൾക്ക് 6 സെഷനാണ് ഇൻകം ടാക്സിൽ തന്നിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം.